My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and for waiting for me. ഇവിടെ നിങ്ങൾ വന്ന് എനിക്ക് വേണ്ടി കാത്തുനിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Thank you for all the love that you are giving me. Every single place I go in Wayanad, I am received with love and affection. നിങ്ങൾ ഞാൻ വയനാട്ടിൽ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയാണ് എന്നെ സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Now I realize how much you love my brother Rahul. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം എൻ്റെ സഹോദരൻ രാഹുലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട്. He loves you very much as well. അദ്ദേഹവും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Every day he calls me and asks me how are things. എല്ലാ ദിവസവും രാഹുൽ എന്നെ വിളിച്ചു ചോദിക്കും ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു. And next thing he says is, aren't the people of Wayanad sweet? എപ്പോഴും അദ്ദേഹനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, വയനാട്ടിലെ ആളുകൾ നല്ല മനോഹരരായ ആളുകളല്ലേ എന്നാണ് അദ്ദേഹം എന്നോട് എന്നും വിളിച്ച് ചോദിക്കുന്നത്. I think he is missing you and he is still feeling bad that he had to leave. എനിക്ക് തോന്നുന്നത് രാഹുൽ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യാണ്, നിങ്ങളെ കാണാത്തതിന്റെ വിഷമമുണ്ട്. ഈ നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലവും നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിൽ അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ സങ്കടം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. This bond of love that you share with him, it's a mutual bond of love, of respect. നിങ്ങളും രാഹുലും തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരു ബന്ധമാണ്. It's also rare. അത് അപൂർവമാണ് ഇത്തരം ഒരു ബന്ധം എന്ന് പറയുന്നത്. Especially in politics. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ ഇത് അപൂർവമായ ഒരു ബന്ധമാണ്. Because many leaders in politics, once they have power, once they are sort of well known, they forget about the public. കാരണം എന്താണെന്നറിയോ, രാഷ്ട്രീയത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അറിയപ്പെടാനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ ജനങ്ങളെ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. They forget that the power they have is actually the power of the people. പലപ്പോഴും അവർ മറന്നു പോകുന്നത് എന്ത്, രാഷ്ട്രീയ നേതാക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ അധികാരമാണെന്ന് അവർ മറന്നു പോവുകയാണ്. But Rahul is not like that. പക്ഷേ രാഹുൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവല്ല. He deeply respects the love that you have given him. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹത്തെ രാഹുൽ ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. And my whole family is grateful to you. എന്റെ കുടുംബം മുഴുവൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്, കടപ്പെട്ടിട്ടുള്ളവരാണ്. For the way in which you stood by him when he was going through the most difficult time in his life. എന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടി കടന്നുപോയപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അതിന് എന്റെ കുടുംബം നിങ്ങളോട് എന്നും നന്ദിയുള്ളവരാണ്. He was being attacked every single day. എല്ലാ ദിവസവും അദ്ദേഹം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. The BJP mounted a massive social media and media campaign to destroy his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും BJP ഒരു വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. But I am proud to say, my sisters and brothers of Wayanad, that it was you who first recognized the truth. പക്ഷേ എന്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, എന്റെ സഹോദരൻ രാഹുലിലെ സത്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇവിടെയുള്ള നിങ്ങളാണെന്ന്. You realize that this man is fighting for the right things. He is fighting for you. നിങ്ങൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ പോരാടുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ പോരാടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. And you have a history. You have a history here in Wayanad of fighting for what is right. It was freedom fighters from Wayanad who fought for the freedom of our country as well. ഇവിടെ വയനാട്ടിൽ നിങ്ങൾക്ക് എന്താണോ ശരി അതിനു വേണ്ടി പോരാടുന്ന ഒരു ചരിത്രമുണ്ട്. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പോരാടിയവരാണ്. You are a shining example of all that is good and all that is beautiful about our country. ഈ രാജ്യത്ത് എന്തൊക്കെയാണോ നല്ലത്, എന്തൊക്കെയാണ് മനോഹരമായത്, അതിന്റെ ഒരു തിളങ്ങുന്ന ഉദാഹരണമാണ് വയനാടും ഇവിടുത്തെ ജനങ്ങളും. You have a rich tradition of unity amongst the different religious communities. പല മതങ്ങളിലുള്ള ആളുകളുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ ഒരു സമ്പന്നമായ പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. Must be one of the few places
where somebody like Radha Gopi Menonji became the president of a mosque even though she was a Hindu. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തുള്ള ചില അപൂർവം ചില പ്രദേശങ്ങളിൽ ഒന്നായിരിക്കും ഉദാഹരണത്തിന് ശ്രീ ഗോപി മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മോസ്കിന്റെ പ്രസിഡന്റായ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും ഇത്. And from here itself so much social service and so much good work has been done. ഇവിടെ തന്നെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തികളും ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. I just came from Haji Sahab's house. Jamal Muhammad Sahab dedicated his life to service. ഞാനിപ്പോ ഹാജി സാഹിബിന്റെ വീട്ടിലാണ് വന്നത്. ജമാൽ മുഹമ്മദ് സാഹിബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം സേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. These are your traditions. ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. You have beautiful churches, mosques, temples. നിങ്ങൾക്ക് മനോഹരമായ പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. You live in harmony. നിങ്ങൾ പൊരുത്തത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നു. You stand for what is right, for the unity of this country. നിങ്ങൾ എന്താണോ ശരിയായത് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കുന്നു. And for the values on which our constitution was made. നമ്മുടെ ഭരണഘടന എന്തൊക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിർമ്മിക്കപ്പെട്ടത് അതിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു. For me, there can be no greater honor than to represent the people of Wayanad. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്നതിലുപരിയായി എനിക്ക് ഇതിലും വലിയ മറ്റൊരു ആദരവ് ലഭിക്കാനില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. This land has immense potential. ഈ ഭൂമിക്ക്, ഈ നാടിന് അപാരമായ സാധ്യതകളുണ്ട്. Look at the crops you grow: coffee, tea, rice, pepper, all the spices. നിങ്ങൾ ഏതൊക്കെ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നോക്കൂ. കാപ്പി, തേയില, നെല്ല്, അതുപോലെ കുരുമുളക്, അതുപോലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. Just think about if proper planning was there, good sort of strong facilities for marketing these crops, for packaging these crops, and you had proper food parks created over here for the production and for the marketing and for the sale of these crops. How much difference it could make. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഇവിടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇതെല്ലാം വിപണിയിൽ എത്തിക്കാനുള്ള, ഇതെല്ലാം കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണ സൗകര്യങ്ങൾ, ഫുഡ് പാർക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ഇതിൽ മുന്നേറാമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. With a strong focus on agriculture and food processing, there could be so much more progress in this industry here. ഇവിടെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ, ഭക്ഷ്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഈ മേഖലയിൽ ഒരുപാട് പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. Instead, farmers of Wayanad are facing great difficulties. പക്ഷേ അതിനു പകരം വയനാട്ടിലെ കർഷകർ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. The prices of crops is falling, especially of coffee. പ്രത്യേകിച്ച് നിങ്ങളുടെ വിളകളുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും കാപ്പിയുടെ. Many farmers are forced to take loans and are unable to repay them. പല കർഷകരും വായ്പ എടുക്കാൻ നിർബന്ധിതരാകുകയാണ്, പക്ഷെ പലപ്പോഴും അവർക്ക് കടം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. Modi's government's policies are such that they waive loans for big businessmen, 16 lakh crores of rupees, but they don't waive the loans for farmers. നരേന്ദ്രമോദിയുടെ നയങ്ങൾ എന്താണ് ചെയ്യുന്നത്? വലിയ ബിസിനസ്സുകാരുടെ കടങ്ങളെല്ലാം എഴുതി തള്ളുകയാണ്. 16 ലക്ഷം കോടി രൂപ വരുന്ന കടങ്ങൾ വലിയ ബിസിനസ്സുകാരുടെ എഴുതി തള്ളിയപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്നില്ല ആ ഗവൺമെന്റ്. When your crops are damaged due to rain, you don't get the adequate compensation. മഴ കൊണ്ട് നിങ്ങൾക്ക് കൃഷിനാശം, വിളനാശം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. And through the area where I have been passing today, the man-animal conflict is an immense issue. ഇന്ന് ഞാൻ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഞാൻ പ്രദേശത്തു കൂടി വരികയായിരുന്നു. എവിടെയാണോ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. This morning I met a lady whose husband had been trampled by an elephant. ഒരു കാട്ടാനയാൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ, ആ സ്ത്രീയെ ഞാൻ ഇന്ന് കണ്ടു. I am beginning to understand the extent of the crop loss and the loss of lives that is happening due to the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം നിങ്ങൾക്ക് എത്രമാത്രം വിളനാശം ഉണ്ടാകുന്നു, അതുപോലെ എത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. ഇതിന്റെ എല്ലാം വ്യാപ്തി ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. And it is a problem for which we will have to find a solution together. നമ്മൾ ഒരുമിച്ച് പരിഹാരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നമാണിത്. That lady told me that when her husband was injured,
She took him to the hospital in Manantawadi and they referred him to Kozhikode. ആ സ്ത്രീ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ഭർത്താവിന് മുറിവേറ്റപ്പോൾ അവിടെ മാനന്തവാടിയിലുള്ള ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. But by the time she reached Kozhikode, he had already passed away. പക്ഷേ അവർ കോഴിക്കോട് ആശുപത്രിയിൽ എത്തുന്ന സമയം കൊണ്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. Her daughter held my hand and said, the only thing we really need is the medical college. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ മകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ വയനാട്ടിൽ അത്യാവശ്യമായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. I stopped on the way and met some timber laborers. ഞാൻ അവിടെ വരുന്ന വഴിയിലെ കുറച്ച് തൊഴിലാളികളെ അവിടെ കണ്ടു, തടിയുമായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർ. I asked them, what is the biggest problem you are facing? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? And they immediately said, we want a medical college. അവരെന്നോട് പെട്ടെന്ന് പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് വേണം. Before I came here, a lady who I have worked with for many years, who's a nun, a sister in the Mother Teresa's missions, she called me. She said, I am from Wayanad, and all I am asking you, Priyanka, is that if you go there, you must fight for the medical college. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീയായ സിസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ആ സിസ്റ്ററിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയങ്ക, നിങ്ങൾ വയനാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പോരാടേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അത് അവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടിയാണ്. I know that my brother has put pressure on the government, and he has raised your voice again and again for this. In fact, it is because of the pressure he put that the status of the existing hospital was changed to medical college and a new board was put there. But unfortunately, the facilities have still not been given. എനിക്കറിയാം എൻ്റെ സഹോദരൻ, നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുപാട് സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേൽ ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് അവിടെയുള്ള ഇപ്പോഴുള്ള ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചതല്ലാതെ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും ഇതുവരെ അവിടെ ലഭ്യമാക്കിയിട്ടില്ല. So it's very, very important for all of us to fight together to get this medical college to start properly and to give you all the facilities that you deserve. അതുകൊണ്ട് നമ്മൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി പോരാടണം. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. It's a very, very difficult situation. I can understand that if a family member falls sick, you don't have adequate facilities in the area. And then if you have to take him somewhere else, there is a night ban or night traffic ban, and you are not allowed to move at certain times of the night. നിങ്ങൾക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇവിടെ മെഡിക്കൽ കോളേജും അതിൻ്റെ വേണ്ട സൗകര്യങ്ങളില്ല. നിങ്ങൾക്ക് അവിടെ ദൂരെ എവിടെയെങ്കിലും ആളിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്താ പറ്റുന്നത്? രാത്രി യാത്രാ നിരോധനം കാണും. രാത്രിയിൽ ചില സമയത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും പറ്റുന്നില്ല. I can completely understand, my sisters. If somebody is pregnant and there's a complication and you need a proper hospital and you cannot even travel to reach it, what fear that must be embedding inside you. How it must be troubling you that if somebody falls really sick, what do you do? എനിക്കറിയാൻ പറ്റും, എൻ്റെ സഹോദരിമാർ, ആരെങ്കിലും ഗർഭിണിയായിട്ട് ഒരാൾ വീട്ടിലുണ്ട്, കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കൊരു ആശുപത്രിയിൽ കൊണ്ടുപോകണം, പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തുമാത്രം പേടിയുണ്ടായിരിക്കും മനസ്സിൽ ആ സമയത്ത്. അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. And I understand that this problem of health facilities is worst in the tribal areas. എനിക്ക് പറയാം, ഈ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ആദിവാസി മേഖലകളിൽ ഇതിലും പരിതാപകരമായ അവസ്ഥയാണെന്ന് എനിക്കറിയാം. There is already so much poverty and so much difficulty, and on top of that even the primary healthcare centers are not fully functional. നിങ്ങൾക്കറിയാം, ആ പ്രദേശങ്ങളിൽ ഒരുപാട് ദാരിദ്ര്യമുണ്ട്, അതിൻ്റെ കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നുമല്ല, അവിടെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ പോലും നന്നായി പ്രവർത്തിക്കുന്നില്ല. Under the Congress government, the Manrega program was started and it provided jobs for those who were the poorest of the poor. കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്നപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതിയുടെ ഭാഗമായി ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് തൊഴിൽ ലഭിച്ചു. This morning I met some sisters from the tribal community. They were Manrega workers. They get 436 rupees a day.
ഞാൻ ഇന്ന് രാവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഏതാനും സഹോദരിമാരെ കണ്ടു. അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 436 രൂപയാണ്. So more funds need to be put into Manrega, better wages need to be given, dairy workers need to be added to them, to the Manrega workers. തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമുക്ക് ധാരാളം കൂടുതൽ സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. അവിടെ കൂടുതൽ തൊഴിലുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ക്ഷീര കർഷകരെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. And while you have good education centers up to a certain level, the tribal areas really lack higher education centers and institutions. നിങ്ങൾക്ക് ഒരു പരിധി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആദിവാസി മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഇന്നും കുറവാണ്. I was very happy to visit the WMO and to see what great work is being done and to see so many bright young people with such a bright future ahead. ഞാൻ WMO കോളേജിൽ പോയി അവിടുത്തെ കുട്ടികളെ സന്ദർശിക്കാൻ വളരെ ശോഭനമായ ഭാവിയുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെ അവിടെ കാണാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. But we need more institutions still. പക്ഷേ നമുക്ക് ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യമുണ്ട്. My brother worked hard. He provided buses for ambulances and schools in tribal areas and mobile health vans to do the primary health care at least. He also inaugurated some smart Anganwadis to help the people in the tribal areas. എൻ്റെ സഹോദരൻ ആദിവാസി മേഖലകളിൽ ബസ്സുകളും വാഹനങ്ങളും ആംബുലൻസുകളും സ്കൂൾ ബസ്സും നൽകുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം കഠിനമായി പരിശ്രമിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചില സ്മാർട്ട് അംഗനവാടികളും ആരംഭിച്ചു. And Wayanad is so beautiful that if the infrastructure is properly developed, then it has so much more potential for tourism. വയനാട് വളരെ മനോഹരമായ ഒരു നാടാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും നമ്മൾ വികസിപ്പിച്ചാൽ ടൂറിസത്തിന്റെ വിനോദസഞ്ചാരത്തിന്റെ അനന്തമായ സാധ്യതകളാണ് വയനാട്ടിലുള്ളത്. The Karappura Dam can be developed as a place for tourism, and the canal road that connects 3 panchayats around it needs to be developed as well. അതുപോലെ വിനോദസഞ്ചാരത്തിന് വേണ്ടി കരാപ്പുഴ ഡാം നമുക്ക് വികസിപ്പിക്കണം. അതിന് ചുറ്റുമുള്ള കനാലുകൾ അതുകൂടി നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. There is so much talent here. Young people who are sports people playing soccer, volleyball, archery, all this can be developed with the right kind of thinking. വയനാട്ടിൽ ഒരുപാട് കഴിവുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികളെ ഫുട്ബോൾ കളിക്കുന്ന, വോളിബോൾ കളിക്കുന്ന, അമ്പെയ്ത്ത് പരിശീലിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നല്ല രീതിയിൽ ചിന്തിച്ചാൽ, ആസൂത്രണം ചെയ്താൽ അവരുടെയൊക്കെ കഴിവ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. But sisters and brothers, I want you to think about why, with so much potential, so much energy, so many natural resources, you are still in a position where you have to beg for a medical college, where you have to beg for your roads to be built, where it's difficult to get drinking water from somewhere. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും കഴിവുണ്ട്, ഇവിടെ ഇത്രയും സാധ്യതകളുണ്ട്, ഇവിടെ ഇത്രയും പ്രകൃതി വിഭവങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വയനാട്ടുകാരായ നിങ്ങൾക്ക് ഇന്നും ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി, ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇന്നും എന്തുകൊണ്ടാണ് യാചിക്കേണ്ടി വരുന്നത്? Because if there are governments that actually make policies for the people, then this should not be your situation. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന ഗവൺമെന്റുകളാണ് അധികാരത്തിലിരിക്കെങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. In the last 10 years of Modi ji's rule and the BJP's rule over this country, all we have seen is division, the spread of anger, the spread of fear. നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങൾ മോദി ഗവൺമെന്റിന്റെ BJPയുടെ ഭരണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ദ്വേഷവും വെറുപ്പും കോപവും വളർത്തുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. We have seen policy after policy after policy benefiting only a handful of big business people. ഒരു പിടി അതിസമ്പന്നരായ വ്യവസായികളെ മാത്രം, അവർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന നയങ്ങളാണ് നമ്മൾ ഒന്നൊന്നായി ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. Government institutions have been weakened. നമ്മുടെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Tribal lands have been snatched and given to them. നമ്മുടെ ആദിവാസികളുടെ ഭൂമി അവരിൽ നിന്ന് എടുത്ത് ഈ വ്യവസായികൾക്ക് നൽകുകയാണ്. The rights of citizens have been oppressed. ഈ രാജ്യത്തെ പൗരരുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Ports, airports, PSUs,
subsidiaries of PSUs, everything is being slowly handed over to these same businesses. നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങൾ, നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം പതിയെ പ്രധാനമന്ത്രിയുടെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. And as soon as elections come near, the distraction begins. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയം തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നതും ഇവിടെ ആരംഭിക്കും. Instead of answering to the public, why is there the highest unemployment in India today? Instead of answering that question, instead of answering, why is there so much price rise that it's become difficult for my sisters to go ahead from day to day? ഇവിടെ ജനങ്ങളോട് ഉത്തരം പറയുന്നതിനപ്പുറം എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ളത്, എന്റെ സഹോദരിമാരോട് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്നതിനൊക്കെ മറുപടി പറയുന്നതിന് പകരം നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. Instead of discussing why so many young people who are well educated see no future for themselves because there are no jobs available. ഇവിടെ ഈ രാജ്യത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നല്ല വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഭാവി കാണാൻ പറ്റുന്നില്ല എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം, instead of addressing the problems of small businesses, shopkeepers, the kind of GST taxes they have to give, ഇപ്പൊ ചെറുകിട വ്യവസായികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ ഒക്കെ പ്രശ്നങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന GST, ചരക്ക് സേവന നികുതി, ഇതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, അതിന് ഉത്തരം പറയുന്നതിന് പകരം, as soon as elections are coming, the entire discussion in the media, the entire discussion amongst the BJP politicians is a discussion that spreads fear and spreads hatred amongst people. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് പകരം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാധ്യമങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ BJPയുടെ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ചർച്ച മുഴുവൻ ഈ രാജ്യത്ത് എങ്ങനെ ഭയം പരത്താം, ഈ രാജ്യത്ത് എങ്ങനെ വിദ്വേഷം പരത്താം എന്നതിനെ കുറിച്ച് മാത്രമാണ് അവരുടെ ചർച്ച. And remember what I am saying to you, sisters and brothers. The only people who benefit from your division are the people who are in power today. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ ഇടയിൽ വിഭജനം സൃഷ്ടിച്ച് നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ഗുണമുണ്ടാവുന്നത് അധികാരത്തിൽ ഇന്നിരിക്കുന്നവർക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. And the only reason they divide you, they put fear into your hearts, they put anger into your hearts, they put hatred into your hearts, is so that they can stay in power no matter what. എന്ത് സംഭവിച്ചാലും അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സുകളിൽ വിദ്വേഷം നിറയ്ക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ ഭിന്നത നിറയ്ക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ ഭയം നിറയ്ക്കുന്നത് അവർക്ക് എന്തു വിധേനയും അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുക. Everything is seen from those eyes. അധികാരത്തിന്റെ ആ കണ്ണുകളിൽ കൂടി മാത്രമാണ് അവരെല്ലാറ്റിനെയും കാണുന്നത്. Even terrible natural disasters like the one that happened here in Wayanad a few months ago. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നടന്ന ഇത്രയും ദുരന്തം നിറഞ്ഞ ഒരു പ്രകൃതി ദുരന്തത്തെ പോലും അവർ ആ കണ്ണുകളിൽ കൂടെയാണ് കാണുന്നത്. Where hundreds of people were swept away. നൂറുകണക്കിന് ആളുകൾ ആ ദുരന്തത്തിൽ ഒലിച്ചുപോയി. Children were left without entire families. മുഴുവൻ കുടുംബങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയി. Old ladies with nobody left to look after them. വയസ്സായ സ്ത്രീകള്, അവരെ നോക്കാൻ ആരുമില്ലാതെ വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്കായി പോയി. Young boys and girls who had lost their sisters, brothers, mother, father, everybody. സഹോദരന്മാരെ, അച്ഛന്മാരെ, അമ്മമാരെ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരായ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും. The Prime Minister came, he visited Wayanad. പ്രധാനമന്ത്രി ഇവിടെ വന്നു, അദ്ദേഹം വയനാട് സന്ദർശിച്ചു. He saw their pain with his own eyes. സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ മനുഷ്യരുടെ വേദന അദ്ദേഹം കണ്ടു. But he still has not sent the funds for their പക്ഷേ compensation. ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരത്തിന് വേണ്ട സാമ്പത്തിക സഹായം അദ്ദേഹം നൽകിയിട്ടില്ല. Because for him and his party everything is politics. കാരണം അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എല്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്. And everything is about power. എല്ലാം അവർക്ക് അധികാരത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. So sisters and brothers, you need to understand that the correct politics, the politics that you should be standing for, is a politics that first respects you above everything else. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ശരിയായ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ എല്ലാറ്റിനും ഉപരിയായി ബഹുമാനിക്കുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Health care is your right. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്.
Having good educational institutions is your right. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. Access to drinking water is your right. കുടിവെള്ളം നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. The development of tourism in your area is your right. നിങ്ങളുടെ പ്രദേശത്തെ വിനോദസഞ്ചാര വികസനം നിങ്ങളുടെ അവകാശമാണ്. Support for farmers, shopkeepers, small businesses, agriculture is your right. കർഷകർക്കും ഇവിടുത്തെ ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കും കിട്ടുന്ന പിന്തുണ നിങ്ങളുടെ അവകാശമാണ്. These are not favors anybody is doing for you. ഇതൊന്നും ആരും നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ഔദാര്യങ്ങളല്ല. This is the very least any government can do for you. നിങ്ങൾക്ക് വേണ്ടി ഏത് ഗവൺമെന്റും ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. And so if you have to set politics in this country right, you have to make the right choices when you vote. അതുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ശരിയായ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തിയിരിക്കണം. Your vote is a great responsibility. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. It is the greatest power given to you by the Constitution of India. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ വോട്ടാണ്. It is the power that makes you equal to everybody standing on this stage, to the Prime Minister, to all his ministers, to every single person in this country. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടും, ഈ വേദിയിൽ നിൽക്കുന്ന ആളുകളോടും, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോടും, ഈ രാജ്യത്തെ എല്ലാ മന്ത്രിമാരോടും നിങ്ങളെ തുല്യരാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വോട്ട് എന്ന് പറയുന്ന ആ അധികാരമാണ്. It is the power to bring about change in your lives, in the country, and to build a better future for your children. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ രാജ്യത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ട മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്കുള്ള അധികാരമാണ്. So use it wisely. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് നിങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുക. I know I don't have to lecture you on this, my sisters and brothers of Wayanad, because you have already used it rightly before. കാരണം ഇതിനെ പറ്റി ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല എൻ്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വോട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. You have stood for those who are fighting for the constitution of this country. വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നതാരാണോ അവർക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. You have stood for the values upon which our country was founded. ഈ രാജ്യം ഏത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ സ്ഥാപിക്കപ്പെട്ടത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. And I know, I am sure you will do it again and again. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. For me, each one of you symbolizes a great responsibility too. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരു വലിയ ഉത്തരവാദിത്തത്തെയാണ്. This love that you give me, the affection you show me, everywhere I have been going, you wait for me, you welcome me into your home, into your family, like a daughter, like a sister, like a mother. നിങ്ങൾ തരുന്ന വലിയ സ്നേഹം, ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി എന്നെ കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ മകളെ പോലെ സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. This is the greatest privilege that a human being can aspire for. ശരിക്കും ഒരു മനുഷ്യന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. To bring a smile on the faces of others and to be loved by others. നിങ്ങൾ എല്ലാവരുടെയും മുഖത്തുള്ള ഒരു പുഞ്ചിരി, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അത് മനോഹരമാണ്. So you have already given me much more than I could ask for. എനിക്ക് നിങ്ങളോട് എന്ത് ചോദിക്കാൻ പറ്റും? നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് കൂടുതൽ ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. And I want to tell you that I will not disappoint you. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം, നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയണം. I will fight for your needs. I will fight for your rights. I will put pressure for all the things that are important to you. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. ഇതിനെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഞാൻ കൃത്യമായി പോരാടും. And whenever you see me, you will know that this love you have given me has not been in vain. നിങ്ങൾ എന്നെ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹം ഒരിക്കലും വെറുതെ ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
Thank you very much for waiting for me and listening to everything I had to say. I would also like to thank Thankal ji and all my other colleagues from the UDF who are here on the stage today for being here at this meeting. Thank you. My dearest sisters and brothers, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, colleagues from the UDF on the stage, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എന്റെ സഹപ്രവർത്തകരെ, വേദിയിലുള്ള സഹപ്രവർത്തകരെ, I would like to welcome you here today and thank you very much for waiting for me until dark. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ രാത്രിയാകുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. You have given me so much love. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. Wherever I go, you are welcoming me, calling me into your homes, waiting for me with a flower or with a smile. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ്. നിങ്ങൾ എന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പൂക്കളുമായി നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. So you have already given me much more than I could ask for. ഞാൻ നിങ്ങളോട് ചോദിക്കാവുന്നതിനപ്പുറം നിങ്ങൾ ഇപ്പോൾ തന്നെ സ്നേഹം എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. I said in my last meeting that there could be no greater honor or privilege for a human being than that when other people see them they smile. ശരിക്കും ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നെങ്കിൽ അതിലും വലിയൊരു ആദരവ് ഒരു മനുഷ്യന് കിട്ടാനില്ല. Or that wherever you go people welcome you with love and affection. അതുമാത്രമല്ല, നിങ്ങൾ എവിടെ പോയാലും സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ആളുകൾ നിങ്ങളെ സ്വീകരിക്കുകയാണ്. And you are the people of Wayanad. നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളാണ്. Very special people. നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള മനുഷ്യരാണ്. You have stood for what India stands for right from the beginning. തുടക്കം മുതൽ തന്നെ ഇന്ത്യ എന്ന രാജ്യം എന്തിനു വേണ്ടി നിലകൊണ്ടിരിക്കുന്നുണ്ടോ അതിനു വേണ്ടി നിലനിൽക്കുന്നവരാണ് വയനാട്ടിലെ ജനങ്ങൾ. Indigenous people of Wayanad fought for the freedom of India. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് വയനാട്ടിലെ തദ്ദേശീയരായ ജനങ്ങൾ. You had leaders like Payashi Rajaji. നിങ്ങളുടെ പഴശ്ശി രാജായെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. And even today you remain an example for the whole country. അതുമാത്രമല്ല, ഇന്നും ഇന്ത്യ മുഴുവനും ഒരു ഉദാഹരണമായിട്ടാണ് വയനാട്ടിലെ ജനങ്ങളായി നിങ്ങൾ ജീവിക്കുന്നത്. You have temples here, mosques, churches. നിങ്ങൾക്ക് ഇവിടെ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. In my meetings I see nuns, Catholic nuns standing next to, there you are, sisters, welcome sisters. I see sisters standing next to, look, the lady standing next to her is a Muslim lady and the lady standing next to her is a Hindu lady. എന്റെ യോഗങ്ങളിൽ ഞാൻ കാണാനുണ്ട്. And you are all sisters. കന്യാസ്ത്രീകൾ, ഇവിടെ കാത്തലിക് സിസ്റ്റേഴ്സ് ഉണ്ട്. അവിടെ സിസ്റ്റർ നിൽക്കുന്ന സിസ്റ്ററിന് ഞാൻ സ്വാഗതം പറയുകയാണ്. ആ സിസ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു മുസ്ലിം വനിതയാണ്, അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു ഹിന്ദു വനിതയാണ്. I can see your friends. എനിക്കറിയാം നിങ്ങൾ മൂന്ന് പേര്, നിങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് എനിക്ക് കാണുമ്പോൾ മനസ്സിലാകും. And what better example can there be in our country today than you? ഇന്ന് നമ്മുടെ രാജ്യത്ത് നിങ്ങളല്ലാതെ നിങ്ങളെക്കാളും മികച്ച ഒരു ഉദാഹരണം ഇന്ത്യയിൽ നമുക്കിന്ന് കാണാനില്ല. The people of Wayanad who have understood the essence of our country. വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കാതൽ എന്താണ്, സത്ത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Who have understood that our constitution says that everybody is equal. വയനാട്ടിലെ ജനങ്ങളായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. That it doesn't ask your religion or your caste. നിങ്ങളുടെ ഭരണഘടന ഒരിക്കലും നമ്മുടെ മതം ചോദിക്കുന്നില്ല, നമ്മുടെ ജാതി എന്താണെന്ന് ചോദിക്കുന്നില്ല. It doesn't ask what language you speak. നിങ്ങൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് അതൊരിക്കലും ചോദിക്കുന്നില്ല. If you are Indian, you are equal. ഇന്ത്യക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. And if you are the public of this great country, നിങ്ങൾ ഈ രാജ്യത്തെ പൊതുജനങ്ങൾ, ഈ രാജ്യത്തെ ജനതയാണ് നിങ്ങളെങ്കിൽ, then you the people
are more powerful than any leader that comes before you. നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ വരുന്ന ഏത് നേതാവിനേക്കാളും ശക്തിയുള്ളവരാണ്. That is what our constitution gave you. അതാണ് നമ്മുടെ ഭരണഘടന നിങ്ങൾക്ക് നൽകിയത്. The power to write your own future. നിങ്ങളുടെ സ്വന്തം ഭാവി രചിക്കാനുള്ള അധികാരമാണ് ഭരണഘടന നിങ്ങൾക്ക് നൽകിയത്. The power to change things. കാര്യങ്ങൾ മാറ്റാനുള്ള ശക്തി അധികാരമാണ്. The power to choose your leaders. നിങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ്. And choose your politics. നിങ്ങളുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ്. That is why I have so much respect for you. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനമുള്ളത്. Because you have shown again and again that you stand for what is right. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താണ് ശരിയായത് അതിനു വേണ്ടി നിൽക്കുന്നവരാണെന്ന്. Your tradition and culture has shown it. നിങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും അത് കാണിച്ചു തന്നിട്ടുണ്ട്. And also you recognized that my brother was fighting for the truth when everybody else did not recognize it. അത് മാത്രമല്ല മറ്റാരും തിരിച്ചറിയാത്ത സമയത്ത് എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇവിടുത്തെ ജനങ്ങൾ. A massive campaign was carried out. എൻ്റെ സഹോദരനെതിരെ ഒരു വലിയ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. Money was put into it. Resources were put into it. The BJP, social media campaign to show my brother in a different light than the truth. ഒരുപാട് പൈസയും ഒരുപാട് വിഭവങ്ങളും BJP മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ എൻ്റെ സഹോദരനെ കുറിച്ച് വ്യത്യസ്തമായ ഒരു ചിത്രം നൽകാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. Many people turned their backs on him. ഒരുപാട് ആളുകൾ എൻ്റെ സഹോദരന് നേരെ പുറംതിരിഞ്ഞു നിന്നു. They didn't understand what he was fighting for. എൻ്റെ സഹോദരൻ എന്തിനു വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. But you did. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ സഹോദരൻ എന്തിനു വേണ്ടി പോരാടിയെന്ന്. You recognized the truth when you saw it. സത്യത്തെ കണ്ടപ്പോ നിങ്ങൾ തിരിച്ചറിഞ്ഞു, സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. From your history you understood that those who fight for what is right, those who fight against divisive forces, those who fight against the forces of destruction are always attacked the most. നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി ആരാണോ വിഭാഗീയത ശക്തികളെ എതിർക്കുന്നത്, ആരാണ് നശീകരണ ശക്തികളെ എതിർക്കുന്നത്, അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവരാണെന്ന് നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി. And I am so grateful to you that when he was fighting alone, you did not let him feel alone. ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളതാണ്. കാരണം എൻ്റെ സഹോദരൻ ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നാൻ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിട്ടുള്ളവളാണ്. So I owe you an immense debt of gratitude. ഞാൻ നിങ്ങളോട് അതുകൊണ്ട് വളരെ ആഴത്തിലുള്ള അപാരമായ നന്ദി എനിക്ക് നിങ്ങളോടുണ്ട്. And I don't think I'll ever be able to repay it. നിങ്ങളോടുള്ള നന്ദി, നിങ്ങൾ നൽകിയ സ്നേഹം എന്നും മുഴുവനായി തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. For me it is an honor to be standing here today. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുകയാണ്. To represent you in parliament will be a great privilege. നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ, വയനാട്ടിലെ ജനങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. Now I have been moving around Wayanad for the last few days. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ വയനാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. And in one of my meetings today somebody said, why aren't you asking for votes? Somebody from the public said. ഇന്നത്തെ ഒരു മീറ്റിംഗിൽ എന്നോട് ഒരാൾ, ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചോദിക്കാത്തതെന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. He said you should ask. എന്നോട് അദ്ദേഹം പറയായിരുന്നു, ശരിക്കും നിങ്ങൾ വോട്ട് ചോദിക്കണം. But I have to tell you that I don't feel comfortable asking. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. For 35 years I have been asking for votes for everybody else. കഴിഞ്ഞ 35 വർഷങ്ങളായി മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. So it feels very strange to ask for myself. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ വിചിത്രമായിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന I കാര്യം. know all my sisters sitting here understand what I'm saying. കാരണം ഇവിടെയുള്ള അവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരിമാർക്കെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയാം.
But anyway, I've been traveling around Wayanad and listening to people, trying to understand what your issues are. ഞാൻ വയനാട്ടിലൊക്കെ യാത്ര ചെയ്യായിരുന്നു. ഞാൻ ഒരുപാട് പേരെ കണ്ടു, ആളുകളോട് സംസാരിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And many things have come up. പല കാര്യങ്ങൾ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. The first and most important thing is the medical college in Manantawadi. മാനന്തവാടിയിൽ നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ കോളേജാണ് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Today I stopped and started talking to some timber laborers. ഞാൻ ഇന്ന് വഴിയിൽ വരുമ്പോൾ തടിപ്പണി ചെയ്യുന്ന കുറച്ചു പേരോട്, തൊഴിലാളികളോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. And I asked them, what is your biggest problem? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? I thought they'll tell me that maybe their wages are not enough, maybe they have some other difficulty. ഞാൻ വിചാരിച്ചു അവരുടെ ശമ്പളം കുറവായിരിക്കും, അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതിയത്. But immediately they said to me, we want a medical college in Manantawadi. പക്ഷെ അവരെന്നോട് പെട്ടെന്ന് പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണം. അതാണ് അവർ എന്നോട് പറഞ്ഞത്. Also today I met the widow of a man who had been trampled by an elephant. കാട്ടാനയാൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ വിധവയായ ആ സ്ത്രീയെ ഞാൻ ഇന്ന് കണ്ടു. Her 17-year-old daughter held my hand and she said that when I was taking my father to the hospital, we reached the hospital and they referred us to Kozhikode. അദ്ദേഹത്തിന്റെ 17 വയസ്സ് പ്രായമുള്ള മകൾ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, എൻ്റെ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പം അവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഞങ്ങളോട് പറഞ്ഞു. But by the time we reached there, he had passed away. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ സമയത്തേക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. Before I came to Wayanad, one of my old friends, who is a sister like you in the Missionaries of Charity, she rang me up and she said, Priyanka, I am from Wayanad and I want only one promise from you. ഞാൻ ഇവിടോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളായ സിസ്റ്റേഴ്സിനെ പോലെ എൻ്റെ സുഹൃത്തുക്കളായ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ആ സിസ്റ്റർ എന്നെ വിളിച്ചു. I said, tell me sister. ഞാൻ വയനാട് മാനന്തവാടിയിൽ നിന്നാണ്. പ്രിയങ്ക, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ എന്നോട് പറയൂ, എന്താണ് കാര്യമെന്ന് പറയൂ. And she said, you know Priyanka, my mother died when she was 29 years old. എന്നോട് പറഞ്ഞത്, എൻ്റെ അമ്മ എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. I had taken her to the hospital, the district hospital there, and there were no facilities to cure her. ഞാൻ അമ്മയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അമ്മയ്ക്ക് ചികിത്സ ലഭിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. She said, I was not able to see her even properly before she died. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയെ എനിക്ക് നേരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. So she said, I want only one promise from you, that you will work hard to get this medical college done. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രിയങ്ക നിങ്ങളിൽ നിന്ന് ഒരേ ഒരു വാക്ക് മതി. നിങ്ങൾ ഈ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര കഠിനമായി പ്രവർത്തിക്കാമോ അത്ര കഠിനമായി പ്രവർത്തിക്കുമെന്ന ഒരേ ഒരു വാക്ക് എനിക്ക് വേണം. So I know what an important issue it is for you. നിങ്ങൾക്കിത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയാം. And it's truly a shame. ശരിക്കും അതൊരു തീർത്തും ഒരു ലജ്ജാപരമായ കാര്യമാണ്. That in this day and age, ഈ കാലഘട്ടത്തിൽ you are being made to beg for healthcare facilities. ആരോഗ്യ സംവിധാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കേണ്ടി വരിക ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് തീർത്തും ലജ്ജാകരമായ ഒരു കാര്യമാണ്. These facilities are your right. ഈ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. My tribal brothers and sisters over here, ഇവിടെയുള്ള എൻ്റെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ, who have no access to good education, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രവേശനം ലഭ്യമാകുന്നില്ല. because there aren't enough institutions for higher education here. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല. They should not be begging for educational institutions. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആദിവാസി സഹോദരി സഹോദരന്മാർ യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. They should not be worrying that their children have to walk 25 kilometers or move 25 kilometers to go to a school. ഒരു സ്കൂളിൽ പോകാൻ വേണ്ടി തങ്ങളുടെ കുട്ടികൾ 25 കിലോമീറ്റർ നടക്കുകയോ യാത്ര ചെയ്യുകയോ വേണ്ടിവരും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യം അവർക്ക് ഉണ്ടാകരുത്. They should not be worried about where they're going to get drinking water from. എവിടെ നിന്നാണ് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുക എന്ന് ആലോചിച്ച് അവർക്ക് വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. These are their rights. These are your rights. This is the very least that governments can do to you, for you. ഇത് നിങ്ങളുടെ അവകാശങ്ങളാണ്. ഒരു ഗവൺമെന്റിന് നിങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. And yet you are facing this situation.
എന്നിട്ടും നിങ്ങൾ ഇന്ന് ഈ സാഹചര്യം നേരിടുകയാണ്. where Wayanad has so much potential. വയനാടിന് അപാരമായ സാധ്യതകളും കഴിവുമാണുള്ളത്. Look at the crops you grow. നിങ്ങൾ കൃഷി ചെയ്യുന്ന വിളകളൊന്ന് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. Tea, coffee, spices, banana, areca. തേയിലയുണ്ട്, കാപ്പിയുണ്ട്, സുഗന്ധദ്രവ്യങ്ങളുണ്ട്, വാഴ കൃഷി നടത്തുന്നു, അതുപോലെ അടയ്ക്ക കൃഷി നടത്തുന്നു. And farmers are suffering. എന്നിട്ടും ഇവിടുത്തെ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. They are unable to repay the loans they take. അവരെടുത്ത കടങ്ങൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. They have to take loans because they have no support. അവർക്കൊരു പിന്തുണയും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കടം വാങ്ങേണ്ടി വരികയാണ്, വായ്പ എടുക്കേണ്ടി വരികയാണ്. When the rains come or the floods come, your crops are washed away. You don't get compensation from the government. മഴ വരുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ നിങ്ങൾക്ക് വിളനാശം സംഭവിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് മതിയായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല. You saw in the landslides a few months ago what happened. നിങ്ങൾക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു. My brother and I have traveled across the country. We have been to many places where huge tragedies have happened. വലിയ ദുരന്തങ്ങളുള്ള രാജ്യത്തെ പല ഭാഗങ്ങൾ ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ച് സന്ദർശിച്ചിട്ടുണ്ട്. But I remember that day when we came here, we were both going back. We were both very quiet. ഞാൻ ഓർക്കുകയാണ്, അന്ന് ഈ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. തിരിച്ചുപോയ സമയത്ത്, വീട്ടിലേക്ക് തിരിച്ചുപോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നിശബ്ദരായിരിക്കുകയായിരുന്നു. Because we met children who had lost their entire families. കാരണം മുഴുവൻ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ അന്ന് തിരിച്ചുപോയത്. A 16-year-old boy who had clung on to his mother for hours trying to save her from the waters and then had to let her go because he couldn't hold her any longer. സ്വന്തം അമ്മയെ വെള്ളത്തിൽ നിന്ന്, ആ വെള്ളപ്പാച്ചിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അമ്മയെ മണിക്കൂറുകൾ ചേർത്ത് പിടിച്ചിട്ട് അവസാനം അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ വിട്ട് കളയേണ്ടി വന്ന ഒരു 16 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. A girl the age of my own daughter who had lost every single member of her family. Every single one. സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. Old ladies who had nobody to look after them. ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ പ്രായമായ സ്ത്രീകളെ അന്ന് അവിടെ കണ്ടു. People who had lost their entire livelihood, their homes, everything. സ്വന്തം മുഴുവൻ ജീവനോപാധികളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെയാണ് അന്ന് ഞങ്ങൾ കണ്ടത്. And yet, despite all the national leaders, the Prime Minister coming here and meeting them, listening to their problems, seeing the devastation with his own eyes, until today he has not sent the funds for their compensation. ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇവിടെ വന്ന് അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് സ്വന്തം കണ്ണുകൾ കൊണ്ട് അത്ര വലിയൊരു നാശം കണ്ടിട്ട് ഇന്നേ ദിവസം ഇതുവരെ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിട്ടില്ല. So what is happening here? എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Have you thought about it? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Something is wrong with the politics that you are seeing in our country. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണുന്ന രാഷ്ട്രീയത്തിൽ എന്തോ ഒന്ന് തെറ്റായി സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Its entire objective, the entire objective of the BJP and those who are in power today is to remain in power by any means. ബിജെപിയുടെയും ഇന്ന് അധികാരത്തിലിരിക്കുന്നവരുടെയും മുഴുവൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും അധികാരത്തിൽ തുടരുക എന്നത് മാത്രമാണ്. They see you as tools, not as people. അവര് നിങ്ങളെ, ഈ രാജ്യത്തെ ജനങ്ങളെ കാണുന്നത് ഉപകരണങ്ങളായിട്ടാണ്, ജനങ്ങളായിട്ടല്ല. How can they spread anger? How can they spread fear amongst you? Make you fight and benefit from that? എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ദ്വേഷവും വിദ്വേഷവും ഭയവും പരത്തി അതിൽ നിന്ന് ഗുണമുണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നത്? How can they sow seeds between you of mistrust so that they can benefit out of that? നിങ്ങളുടെ ഇടയിൽ അവിശ്വാസത്തിന്റെ വിത്തുകൾ വിതച്ചിട്ട് അവർക്ക് ഗുണമുണ്ടാക്കാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക? So that whenever elections come, nobody talks about your real problems. എന്താണെന്ന് വെച്ചാൽ എപ്പോ തെരഞ്ഞെടുപ്പ് വരുന്നോ അപ്പോ ഈ നാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. Nobody answers your real questions. നിങ്ങളുടെ യഥാർത്ഥ ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം നൽകുന്നില്ല. Why are the young people here fully educated but not able to find jobs anywhere? എന്തുകൊണ്ടാണ് ഇവിടെ അധികം വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലി കിട്ടാൻ സാധിക്കാത്തത്? Why are prices so high that my sisters cannot afford to buy anything no matter how many members of the family are earning?
ഒരു കുടുംബത്തിലെ എത്ര ആളുകൾ ജോലി ചെയ്താലും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്റെ സഹോദരിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര വിലക്കയറ്റം ഉണ്ടാകുന്നത്? Why during election time, during times that matter, when your vote matters, are these issues not addressed? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ വോട്ടിന് പ്രാധാന്യമുള്ളപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? And why isn't the government working for you? എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത്? Why are farmers not supported when they can't repay their loans? But the biggest businessmen in the country are given 16 lakh crores of loan waivers. തങ്ങളുടെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് പിന്തുണ കിട്ടാത്തത്? പക്ഷേ ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികളുടെ 16 ലക്ഷം കോടി വരുന്ന കടങ്ങൾ എഴുതി തള്ളുകയാണ് ഉണ്ടായത്. Because those in power have forgotten the people who put them in power. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധികാരത്തിലിരിക്കുന്നവർ അവർക്ക് അധികാരം നൽകിയ അവരെ അധികാരത്തിൽ എത്തിച്ച ജനങ്ങളെ മറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിവിടെ സംഭവിക്കുന്നത്. So it's very, very important for you to understand today and to realize the power of your vote. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വോട്ടിന്റെ ശക്തി എത്രമാത്രം മനസ്സിലാക്കേണ്ടതെന്നും തിരിച്ചറിയേണ്ടതും അത്യാവശ്യമാണ്. You have to redirect the politics of this country. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ദിശ നിങ്ങൾക്ക് തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. You have to show the BJP what matters to you, what is important to you. നിങ്ങൾക്ക് ബിജെപിക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്താണ്, നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്താണെന്ന് ബിജെപി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. And remind them of what our country's foundation is. ഈ രാജ്യത്തിന്റെ അടിത്തറ എന്താണെന്ന് ബിജെപിയെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. All these problems you are facing, all of them, every single one of them can be addressed, and if we all work together we can find resolutions to them. നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. And that is what politics should be about. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായിരിക്കണം, അതിനെക്കുറിച്ചുള്ളതായിരിക്കണം രാഷ്ട്രീയം. You have a very important and special relationship with my brother. നിങ്ങൾക്ക് എൻ്റെ സഹോദരനുമായിട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ സവിശേഷമായ പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. It's a rare relationship. അത് അപൂർവമായ ഒരു ബന്ധമാണ്. Where there is honesty on both sides, love on both sides, respect on both sides. രണ്ട് വശത്തും നിങ്ങൾക്കും എൻ്റെ സഹോദരനും സ്നേഹമുണ്ട്, സത്യസന്ധതയുണ്ട്, ബഹുമാനമുണ്ട്. അങ്ങനെയുള്ള ഒരു അപൂർവമായ ബന്ധമാണത്. But it should not be rare. It should be the relationship between every leader and all the people of India, between all the people you choose to represent you and you. പക്ഷേ അതൊരു അപൂർവമായ ബന്ധമാകരുത്. അത് നിങ്ങളും നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഏത് ജനപ്രതിനിധിയും നിങ്ങളുടെ ഏത് രാഷ്ട്രീയ നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ള ഒരു ബന്ധമാകണം. I know that he has worked very hard for you. എനിക്കറിയാം എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. It is because of his efforts that the status of the hospital has also changed to medical college, although the facilities still haven't come. മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ ഒന്നും വന്നില്ലെങ്കിലും എൻ്റെ സഹോദരൻ കഠിനമായി പരിശ്രമിച്ചത് കൊണ്ടാണ് അവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡെങ്കിലും വന്ന് അതിന്റെ ആ പദവി മാറിയതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. He has tried to reach out in tribal areas with healthcare vans for primary health care. ആരോഗ്യ സംരക്ഷണത്തിനും പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള വാനുകൾ അദ്ദേഹം ആദിവാസി മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. Provided for buses, for ambulances. ബസ്സുകളും ആംബുലൻസ് സേവനങ്ങളും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. Smart Anganwadis and many other things. സ്മാർട്ട് അംഗൻവാടിയും അതുപോലെ മറ്റു കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. I know that you need the establishment here of a mini civil station. നിങ്ങൾക്ക് ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. For the main government services that you could be getting. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഗവൺമെന്റ് സേവനങ്ങൾ ലഭ്യമാകുന്നതിന് ഒരു മിനി സ്റ്റേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. That the plantation laborers over here who have migrated from Karnataka and Tamil Nadu are facing challenges in obtaining their documents. അതായത് കർണാടകത്തിൽ നിന്നും തമിഴ്നാടുകളിലും ഇവിടെ കുടിയേറ്റ പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ രേഖകൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. And then many people are facing problems in getting their land papers as well.
നിങ്ങളുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കിട്ടുന്നതിന് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഉണ്ടെന്ന് എനിക്കറിയാം. And this is something that would be important for this area. ഇത് ഈ ഏരിയയ്ക്ക്, ഈ പ്രദേശത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം. So I think these are all things that we need to work together to achieve. ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. To fight for those things which the issues that you are facing, like the medical college, the night ban, the traffic ban, that you cannot travel during the night through the jungle. നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനമുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ച് പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങളാണ്. Healthcare and education issues. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതും നമുക്ക് പരിഹരിക്കേണ്ടതാണ്. And at the same time we need a plan for the future also. അത് മാത്രമല്ല, അതേസമയം തന്നെ നമുക്ക് ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാവണം. Strengthening farming, food processing, the marketing of your products. കാർഷിക വൃത്തിയെ, കൃഷി മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്തണം. ഇവിടെ ഭക്ഷ്യ സംസ്കരണ പദ്ധതികൾ ഉണ്ടാകണം. അതുപോലെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതലായി മാർക്കറ്റിൽ, വിപണിയിൽ എത്തിക്കണം. Doing a lot to boost tourism here. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. Because with your natural resources there is endless potential. കാരണം നിങ്ങൾക്ക് ഇത്രയും പ്രകൃതി സൗന്ദര്യങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ, അവസാനമില്ലാത്ത സാധ്യതകളാണ് വയനാടിനുള്ളത്. So I just want to say that this is a new journey for me. ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യാത്രയാണ്. I am just beginning to understand what your issues are. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. I want to reach out to as many of you as I can. നിങ്ങളുടെ ഏറ്റവും വയനാട്ടിലെ എനിക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ അടുക്കലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. To come to your homes, to understand what is really upsetting you, what are the issues that you are facing, how we can resolve them. നിങ്ങളുടെ വീടുകളിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വന്ന് സംസാരിച്ച്, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കണം എനിക്ക്. And if you give me the chance to fight for you in parliament, to represent you, to voice your concerns, I can tell you, or you can ask my brother and my husband, I am a solid fighter. നിങ്ങൾ എനിക്ക് നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം, നിങ്ങളുടെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ പോകാനുള്ള ഒരു അവസരം നൽകുകയാണെങ്കിൽ എനിക്കുറപ്പുണ്ട്, ഇന്ത്യൻ പാർലമെന്റിലും മറ്റെല്ലാ വേദികളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ ഞാനുണ്ടാവും. നിങ്ങൾക്ക് എന്റെ സഹോദരനോടോ എന്റെ ഹസ്ബൻഡിനോടോ ചോദിക്കാം, ഞാനൊരു ശക്തയായ പോരാളിയാണെന്ന് അവര് നിങ്ങളോട് പറയും. And I don't back down when I'm in a good fight. ഞാൻ ഒരു നല്ല യുദ്ധം നടത്തുമ്പോ എന്ത് വന്നാലും ഞാൻ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്ത ആളാണ്. So I can tell you one thing, and it is a promise, I will not let you down. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ സാധിക്കും, അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്, എന്റെ വാക്കാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I will fight for you in parliament. I will fight for you on every platform possible. If I have to fight on the streets, I will fight on the streets for you as well. നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല, സാധ്യമായ എല്ലാ വേദികളിലും പോരാടും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങേണ്ടി വന്നാൽ നിങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങാനും തയ്യാറാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. I want to see Wayanad rise to its full potential. വയനാട് അതിന്റെ എല്ലാ സാധ്യതകളുമായി മികച്ചതായി മുൻപോട്ട് വരുന്നത് എനിക്ക് കാണണം. I want everybody in the world to see what a beautiful place this is. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എത്ര മനോഹരമായ ഒരു പ്രദേശമാണ് വയനാട് എന്ന് കാണുന്നത് എനിക്ക് കാണണം. I want the crops you produce to be exported all over. നിങ്ങൾ ഉണ്ടാക്കുന്ന വിളകൾ ഈ ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യുന്നത് എനിക്ക് കാണണം. Or then for people to see, when they see that this is coffee from Wayanad or this is cinnamon from Wayanad, they should immediately know just by the name Wayanad that it's the best in the world. അത് മാത്രമല്ല, നിങ്ങൾ ഒരു പാക്കറ്റിൽ ഇത് വയനാട്ടിലെ കാപ്പിയാണ്, വയനാട്ടിലെ കറുവപ്പട്ടയാണെന്നൊക്കെ കാണുമ്പോൾ അവരത് കണ്ടു തന്നെ, വയനാടെന്ന് കണ്ടു തന്നെ പറയണം, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് അവർ പറയണം. അതെനിക്ക് കാണണം. Because this is a beautiful place. കാരണം ഇത് മനോഹരമായ ഒരു പ്രദേശമാണ്. And you are beautiful people. അത് മാത്രമല്ല, മനോഹരമായ ഒരു പ്രദേശമല്ല, മനോഹരമായ മനുഷ്യർ കൂടെയാണ് നിങ്ങൾ. And your spirit shines a light on this whole country.
അത് മാത്രമല്ല വയനാട്ടിലെ ജനങ്ങളുടെ ചൈതന്യം എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്. You are an example of all that is beautiful about India. ഇന്ത്യയിൽ എന്തൊക്കെയാണോ, ഇന്ത്യ എന്ന രാജ്യത്ത് എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതിന്റെ എല്ലാം ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ. So thank you very much for listening to me and for standing here in the dark and waiting for me. നിങ്ങൾ ഈ ഇരുട്ടത്ത് നിന്ന് എന്നെ കാത്തു നിന്നതിനും എന്നെ ശ്രദ്ധിച്ചു കേട്ടതിനും ഞാൻ നിങ്ങളോട്, especially my sisters, I know you must be having to go home and get food ready and everything. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരെ, എനിക്കറിയാം നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു പോയി രാത്രി ഭക്ഷണം പാകം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നു and see what the children are doing. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ പോയി കുട്ടികൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നോക്കണം. So thank you for waiting for me and I will come back and see you very soon. എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് നന്ദി. ഞാൻ വേഗം വീണ്ടും വന്ന് നിങ്ങളെ കാണാം. Thank you. നന്ദി. സംസാരിക്കുന്ന വേണ്ടി പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിക്കുന്നു. My dearest brothers and sisters, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you very much for being here today. ഇന്ന് ഇവിടെ വന്നതിന് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് for giving me so much love and affection. എനിക്ക് ഇത്രയും സ്നേഹവും ഇഷ്ടവും നിങ്ങൾ നൽകുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Everywhere I go, you are welcoming me like a member of your family. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗത്തിൽ ഒരാളെ പോലെയാണ് എന്നെ സ്വാഗതം ചെയ്യുന്നത്. Calling me into your homes. നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ നിങ്ങൾ വിളിക്കുകയാണ്. Hugging me, kissing me. എന്നെ ആലിംഗനം ചെയ്യുന്നു, എന്നെ കെട്ടിപ്പിടിക്കുകയാണ്, എനിക്ക് ഉമ്മ തരികയാണ്. I don't think I've got so much love in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും സ്നേഹം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. I'm going to tell my children that they better start hugging me more. ഞാൻ എന്റെ കുട്ടികളോട് പറയാൻ പോവുകയാണ്, അവരെന്നെ കൂടുതൽ ആലിംഗനം ചെയ്യണം, കൂടുതൽ കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ എന്റെ കുട്ടികളോട് ഇനി പറയാൻ പോവുകയാണ്. Because they have competition from you. കാരണം അവർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മത്സരമാണ്. എന്നെ കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ ഇനി എന്റെ കുട്ടികളും നിങ്ങളും തമ്മിലാണ് മത്സരം. You know, my brother Rahul loves you. നിങ്ങൾക്കറിയാമോ, എന്റെ സഹോദരൻ രാഹുൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. I can say really honestly സത്യസന്ധമായിട്ടാണ് ഞാനത് പറയുന്നത്, that you are a piece of his heart. രാഹുൽ ഗാന്ധിയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് എനിക്ക് സത്യസന്ധതയോടുകൂടി നിങ്ങളോട് പറയാൻ സാധിക്കും. I'm sure you know that his career in politics, which is now more than 20-25 years, has not been an easy one. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഏകദേശം 20-25 വർഷങ്ങളായി. രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒന്നായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. I don't think any other leader in the whole world would have been attacked in the way that he was. എങ്ങനെയാണോ അദ്ദേഹം ആക്രമിക്കപ്പെട്ടതുപോലെ അതുപോലെ ലോകത്ത് ഒരു നേതാവിനെ പോലും ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതുകയാണ്. The BJP under Narendra Modi ji carried out a full campaign on social media, put a lot of resources into it to humiliate him and to publicly tarnish his reputation. അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സത്കീർത്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയും BJPയും മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഒരുപാട് പൈസയും വിഭവങ്ങളും ചെലവാക്കി ഒരു വലിയ പ്രചാരണം തന്നെ നടത്തുകയുണ്ടായി. Most people believed this campaign. പലരും, ഒരുപാട് ആളുകൾ ഈ പ്രചരണത്തിൽ വിശ്വസിച്ചു. Many people turned their backs on him. ഒരുപാട് ആളുകൾ എന്റെ സഹോദരനെതിരെ പുറംതിരിഞ്ഞു നിന്നു. But it was you, my sisters and brothers, who put your faith in him, who realized that this man is being attacked because he is standing for the truth. He is fighting for what is right. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അദ്ദേഹത്തിനെതിരെ എല്ലാവരും പുറംതിരിഞ്ഞ സമയത്ത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് മനസ്സിലായി, ശരിക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്ന് മനസ്സിലായി അദ്ദേഹത്തോടൊപ്പം നിന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. You understood why he was being attacked. നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടതെന്ന്. Because throughout the history of mankind, those who have stood for the truth, those who have fought for what is right, have fought a very lonely battle
and they have been attacked mercilessly by those who are deceitful and divisive. നിങ്ങൾക്കത് മനസ്സിലായി. കാരണം മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആരാണോ സത്യത്തിന് വേണ്ടി, ആരാണോ ശരിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആക്രമണം വഞ്ചനാത്മകമായ ശക്തികളിൽ നിന്ന് എല്ലാ കാലത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട്. My sisters and brothers, I am Rahul's sister. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ രാഹുലിന്റെ സഹോദരിയാണ്. I know that he got his strength to walk those 4,000 kilometers from Kanyakumari to Kashmir from you. എനിക്കറിയാം, കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാൻ വിളിച്ചത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണെന്ന് എനിക്കറിയാം. It was your love that gave him courage. നിങ്ങളുടെ സ്നേഹം, എന്റെ സഹോദരൻ രാഹുലിന് ധൈര്യം നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. And he walked from Kanyakumari to Kashmir. He traveled from Manipur to Mumbai in the name of unity, in the name of love, in the name of peace. ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്നതും മണിപ്പൂർ മുതൽ ബോംബെ വരെ 4000 കിലോമീറ്റർ യാത്ര ചെയ്തതും. You are the people of Wayanad. You have a rich and deep history of standing up for what is right. എന്താണ് ശരി, അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ചരിത്രം, ആഴമുള്ള ഒരു ചരിത്രം വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾക്കുണ്ട്. Your forefathers fought for the freedom of India. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ പോരാടിയിട്ടുണ്ട്. And you are an example even today of what India really stands for. ഇന്ത്യ എന്ന രാജ്യം എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത്, അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നും ഇവിടുത്തെ ജനങ്ങൾ. You have the Manakkunu temple here. You have St. Mary's Forona church here. You have mosques here. നിങ്ങൾക്ക് ഇവിടെ മണക്കുന്ന ക്ഷേത്രമുണ്ട്, സെന്റ് മേരീസ് ഫൊറോണ പള്ളിയുണ്ട്, അതുപോലെ നിങ്ങൾക്ക് മോസ്കുകളുണ്ട്. You live in harmony, whether you are Hindus, Muslims, Christians. നിങ്ങൾ ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, നിങ്ങൾ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. The divisive politics of the BJP has not touched your spirit. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ചൈതന്യത്തെ ബിജെപിയുടെ വിഭജന രാഷ്ട്രീയം ഇതുവരെ സ്പർശിച്ചിട്ടില്ല. You have the true spirit of India within you. ഇന്ത്യയുടെ യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ യഥാർത്ഥം എന്ന വീര്യം എന്ന് പറയുന്നത് അത് നിങ്ങളിലുണ്ട്, ഇവിടുത്തെ ജനങ്ങളിലുണ്ട്. And look what a beautiful place this is. ഒന്ന് നോക്കുക, എത്ര മനോഹരമായ ഒരു പ്രദേശമാണിത്. You really should be proud and you're really fortunate to be the people of Wayanad. ശരിക്കും നിങ്ങൾക്ക് അഭിമാനം വേണം. ഇവിടുത്തെ ജനങ്ങളായി ജീവിക്കുക എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഭാഗ്യം ചെയ്തവരായിട്ട് നിങ്ങൾ കരുതണം. So much natural beauty. എന്തുമാത്രം പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. So much beauty of spirit. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ ചൈതന്യത്തിന് എത്രമാത്രം മനോഹരതയാണുള്ളത്. And so much real potential. അതുമാത്രമല്ല, എന്തുമാത്രം സാധ്യതകളാണ് ഈ പ്രദേശത്തിനുള്ളത്. And yet I know, and wherever I have been going, I have also been listening to the problems that you are facing. എന്നാലും എനിക്കറിയാം, ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Unemployment is at an all-time high throughout the country. രാജ്യം മുഴുവൻ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ നിരക്കുള്ള സമയമാണിത്. Prices have risen so much that all my sisters over here are having difficulty making ends meet. കാരണം വിലക്കയറ്റം അത്രമാത്രമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇവിടെയുള്ള സഹോദരിമാർക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. It's difficult for you. If somebody in the family falls sick, if there is a problem, you have to take a loan for someone's education. It's difficult to repay those loans. നിങ്ങൾക്കറിയാമോ, വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വരുന്നു, ആരുടെയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് കടം വാങ്ങിക്കേണ്ടി വരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നു. ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. This morning I went to some farms where the farmers are growing banana, pepper, cinnamon. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് കൃഷി സ്ഥലങ്ങളിൽ പോയി. അവിടെ വാഴ കൃഷി നടത്തുന്ന, കുരുമുളക്, കറുവാപ്പട്ട കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇന്ന് രാവിലെ പോയി. They are family of many brothers. അത് കുറേ സഹോദരന്മാരുടെ ഒരു കുടുംബമാണത്. So after we had walked around their farms and they had explained to me what the problems and issues are, I asked them, so what is the future you see for yourself and your family?
അവിടെ ഞാൻ അവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ട് അവരോട് കുറച്ച് സംസാരിച്ച് അവിടെ നടന്ന ശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഭാവിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണുന്നത്? And one of them said, what future? I want to sell my land now. I want to move somewhere else closer to the road. അവിടെ ഒരാൾ പറയാ, എന്ത് ഭാവിയാ? ഒരു ഭാവിയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഭൂമി വിട്ടിട്ട് റോഡിനരികത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കണം. അങ്ങനെയാണ് ഒരു കർഷകൻ പറഞ്ഞത്. He said, I'm not getting the right price for my crops. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വിളകൾക്ക് കൃത്യമായ ആവശ്യമുള്ള വില എനിക്ക് കിട്ടുന്നില്ല. When it rains and my crops are destroyed, when the ginger because of the rain gets ruined, I have no proper compensation for it. മഴ വന്ന് എൻ്റെ വിള നശിക്കുമ്പോൾ, ഇഞ്ചിയൊക്കെ മഴയത്ത് നശിച്ചു പോകുമ്പോൾ എനിക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. He said to me that the monkeys and peacocks, and he said something very interesting to me. He said, you know, outsiders come and they look at the peacocks, they see what a beautiful bird. But for me it's a problem because they come, they eat my crop. The monkeys are also eating my crop. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, കുരങ്ങുകൾ വരും, മയിലുകൾ വരും, അവയൊക്കെ വന്ന് വിളകളെ നശിപ്പിക്കും. അദ്ദേഹം വളരെ നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു. പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് കുരങ്ങ് വരുന്നു, മയിലുകൾ വരുന്നു, ഇതൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് പ്രശ്നമാണ്, കാരണം ഇവർ വന്ന് എൻ്റെ വിളകൾ നശിപ്പിക്കുകയാണ്. And I talked to his neighbor and his neighbor said he has 8 lakh rupees of loan. ഞാൻ അദ്ദേഹത്തിന്റെ അയൽക്കാരനോട് സംസാരിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ കടമുണ്ട്. So the farmers of Wayanad who are growing crops like coffee, tea, cinnamon, pepper, nutmeg, all these crops and having beautiful produce are not able to earn enough from their produce. വയനാട്ടിലെ കർഷകർ, നിങ്ങൾ കുരുമുളക് കൃഷി നടത്തുന്നു, കാപ്പി കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, ഇതൊക്കെ കറുവാപ്പട്ട കൃഷി നടത്തുന്നു, ഇതൊക്കെ കൃഷി നടത്തുന്ന കർഷകർക്ക് അവർക്ക് കൃത്യമായ വില, അവർക്ക് നന്നായിട്ട് ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നില്ല. At the same time, I met some laborers yesterday and I asked them, what is the biggest issue? അതുപോലെ ഞാൻ ഇന്നലെ കുറച്ച് തൊഴിലാളികളെ കണ്ടു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? They were timber loaders. അവര് തടിപ്പണി ചെയ്യുന്നവര്, അത് ലോഡ് ചെയ്യുന്നവരാണ്. I thought they will say maybe their wages are not enough, maybe they're working too many hours. ഞാൻ വിചാരിച്ചു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ഒത്തിരി നേരം ജോലി ചെയ്യുകയാണ് എന്നൊക്കെ ഞാൻ കരുതി. But immediately they said, the biggest problem here is we want a medical college in Wayanad. പക്ഷെ നിങ്ങൾക്കറിയോ, അവർ പെട്ടെന്ന് ഞാൻ എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം, അതാണ് അവർ പറഞ്ഞത്. And then the second thing they said is that we want a road, we want the night ban lifted, we want a passage. അവർ പിന്നെ രണ്ടാമത് പറഞ്ഞത്, ഞങ്ങൾക്ക് റോഡ് വേണം, ഈ രാത്രി യാത്രാ നിരോധനം ഇവിടെ മാറ്റണം, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റണം, അതാണ് അവർ രണ്ടാമതായി പറഞ്ഞത്. I met Manrega workers. They were working in a tea garden. I asked them, my sisters, what is your biggest trouble? അവിടെ ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? And after telling me that Manrega wages are very low now, less jobs are given on Manrega, they also said, we want a medical college. അവരെന്നോട് ആദ്യം പറഞ്ഞു, അവർക്ക് തൊഴിലുറപ്പിൽ ഇപ്പൊ ശമ്പളം കുറവാണ് കിട്ടുന്നത്, തൊഴിലുറപ്പിൽ അവർക്ക് കിട്ടുന്ന ജോലിയും കുറവാണ്. ഇത് രണ്ടും പറഞ്ഞ ശേഷം അവരും എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് വേണം. So wherever I am going, I am understanding a few things. I am understanding that life is difficult. It is a struggle for you. You are trying very hard. You work hard in the fields. You work hard wherever you have a job. You are trying very hard. But despite all your efforts, still there are too many difficulties. ഞാൻ എവിടെ പോകുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നു, അല്ലാതെ ജോലി ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. I am understanding that there are big, long-standing problems here which have been carrying on for a long time. എനിക്ക് മനസ്സിലാവുന്നു, വളരെ കാലമായി ഇവിടെ നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, പരിഹരിക്കപ്പെടാതെ പോയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. The first one is that you need a good healthcare system. You need a good, at least a good first class quality hospital here, and therefore you need that medical college to give you its full facilities.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആദ്യം വേണ്ടത്, പ്രാഥമികമായി വേണ്ടത്, നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് സൗകര്യമുള്ള നല്ല നിലവാരമുള്ള ഒരു ആരോഗ്യ സംവിധാനം ഇവിടെ വേണം. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മെഡിക്കൽ കോളേജും സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണം എന്നതാണ് പ്രധാന പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. Second thing, you need the night band to be accommodating to your needs. You are in a situation where if somebody falls sick and you have to take them to a hospital across the jungle, you cannot go after a certain time. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രാത്രി യാത്രാ നിരോധനം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നു, നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനം കാരണം നിങ്ങൾക്ക് വനത്തിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവണം. And the third major problem you are facing is the man and animal conflict problem. നിങ്ങൾ നേരിടുന്ന മൂന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. I met a lady yesterday whose husband had been trampled by an elephant. ഒരു കാട്ടാന കുത്തി കൊലപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ ഭാര്യയായ സ്ത്രീയെ ഇന്നലെ ഞാൻ കണ്ടു. So if we look at the three main long-standing problems, there are these three problems. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ട, വളരെ കാലമായി പരിഹരിക്കേണ്ടതായി നിലനിൽക്കുന്ന ഇവിടുത്തെ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ. And I know my brother tried very hard to find resolutions for them. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്റെ സഹോദരൻ വളരെയധികം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. It was because of the pressure he put on the government that the medical college status changed from hospital to medical college. എന്റെ സഹോദരൻ ഗവൺമെന്റിൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മെഡിക്കൽ കോളേജിന്റെ, അവിടെയുള്ള ആശുപത്രിയുടെ പദവി മെഡിക്കൽ കോളേജ് എന്നെങ്കിലും മാറ്റാൻ ഈ ഗവൺമെന്റ് തയ്യാറായത്. But unfortunately, due to its own politics, the government still has not given the facilities of a medical college there. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാഷ്ട്രീയം കളിക്കുന്നത് കാരണം ആ ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾക്ക് അവിടെ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരു സൗകര്യങ്ങളും നൽകിയിട്ടില്ല. To find a solution for the problem of the roads and the night ban, my brother has written to the ministries and put pressure on them as well. ഇവിടെയുള്ള റോഡുകളുടെയും അതുപോലെ രാത്രി യാത്രാ നിരോധനത്തിന്റെയും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് എന്റെ സഹോദരൻ കത്തെഴുതിയിട്ടുണ്ട്. But my understanding is that these three major problems need to be pushed. We need to continue to fight for them, continue to fight in parliament on every platform, petition the ministries, go and put pressure so that we find reasonable solutions for them. എന്റെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ്, മനുഷ്യ വന്യജീവി സംഘർഷം, രാത്രി യാത്രാ നിരോധനം, ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ നമ്മൾ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. So these are your three big problems which exist for a long time and we have to put pressure to solve them. ഇതാണ് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന നിങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. On the other hand, we also have to work to maximize your potential. മറ്റൊരു വശത്ത് ഇവിടുത്തെ കഴിവ്, ഇവിടുത്തെ സാധ്യതകൾ ഏറ്റവും പരമാവധിയായി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. To increase employment opportunities right here in Wayanad. വയനാട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. And how can we do that? നമുക്കത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? I think a very strong push for tourism. വളരെ ശക്തമായിട്ട് വിനോദസഞ്ചാരത്തെ വികസിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. Different kinds of tourism also, like eco-tourism, spiritual tourism. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയ വിനോദസഞ്ചാരം, അങ്ങനെ പല തരത്തിലുള്ള വിനോദസഞ്ചാരം നമുക്കിവിടെ വളർത്തണം. And of course all the natural beauty that you already have. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള മനോഹരമായ പ്രകൃതി സൗന്ദര്യം അതും നമുക്ക് വളർത്തണം. With a proper infrastructure and with support to the tourism industry, to the small homestays, to everybody who is trying to make a living from there, we can do a lot more. നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് പോലെ, അതുപോലെ ഹോം സ്റ്റേ പോലെ, ഒരു ജീവനോപാധിയായി ഹോം സ്റ്റേ പോലെ നടത്തുന്നവർ, അവർക്കെല്ലാം ഒരുപാട് പിന്തുണ നൽകുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Here in your own area, there's so much potential, like Tushargiri, Padakkayam, Aripara, Teparmala. All these can be developed for tourism also. ഉദാഹരണത്തിന് നിങ്ങളുടെ തന്നെ ഈ മേഖലയിൽ തുഷാരഗിരി, പടക്കയം, അരിപ്പാറ, തേപ്പർമല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി വികസിപ്പിക്കാൻ സാധിക്കും. Even the Manakunu temple
And the St. Mary's Verona Church can be developed as pilgrimage sites. അത് മാത്രമല്ല തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്ക് അവിടെയുള്ള അമ്പലവും അതുപോലെ തന്നെ സെയിന്റ് ഫൊറോണ ചർച്ച് മാം കൻ ഐ ഹാവ് ദ ലുക്ക് അറ്റ് ദ ടെമ്പിൾസ് നെയിം മണക്കുന്നു ക്ഷേത്രവും അതുപോലെ സെയിന്റ് ഫൊറോണ പള്ളിയും നമുക്ക് പിൽഗ്രിമേജ് തീർത്ഥാടനത്തിന് വേണ്ടി കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. താങ്ക് യു. And at the same time, as we focus on tourism, we must also focus on agriculture and on the farmers who are having such great difficulties. അത് മാത്രമല്ല വിനോദസഞ്ചാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കഷ്ടപ്പെടുന്ന കർഷകരിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. And I think the best way to help is to put strong focus on food processing. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്കരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ്. Marketing of your products. നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിപണിയിൽ എത്തിക്കണം. Packaging of your products. അതൊക്കെ നന്നായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണം, വിപണിയിൽ എത്തിക്കണം. So that you get a good price for them. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്ന അവസ്ഥയിൽ അവയെ എത്തിക്കണം. I have seen your spices. I was telling the farmer this morning that the cinnamon from here, when you boil it, the water becomes red and it's beautifully scented. And the cinnamon I get in Delhi has no scent. And if you boil it, the water remains the same color. ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ കർഷകരോട് പറയായിരുന്നു, ഇവിടുന്ന് കിട്ടുന്ന കറിവേപ്പട്ടയൊക്കെ നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ നല്ല മനോഹരമായ മണം ഉണ്ട്, അതുപോലെ ചുമന്ന കളറാകും വെള്ളം. പക്ഷെ എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പട്ടയ്ക്കൊന്നും ആ ഒരു മണവും ഇല്ല, ആ കളറും മാറുന്നില്ല. So these spices which you grow over here should be known in the whole of the world. Everybody should know that this cinnamon is from Wayanad. It's the best in the world. നിങ്ങൾ ഇവിടെ വളർത്തുന്ന, നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങൾ ലോകം മുഴുവൻ അറിയണം. ഇത് കാണുന്നുടനെ ഇത് വയനാട്ടിലേതാണെന്ന് കാണുമ്പോൾ ആളുകൾ പറയണം, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് ആളുകൾ പറയണം. And by strengthening this potential of yours, we can make Wayanad develop even more. We can create better futures. We can create more jobs for the people here, for all of you, for all your children. നിങ്ങൾക്ക് ഈ സാധ്യതകളൊക്കെ, ഈ പ്രദേശത്തെ ഈ സാധ്യതകളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ തൊഴിലുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഇവിടെ ഉണ്ടാകും. And I have seen a lot of children playing a lot of sports like soccer, volleyball. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഇവിടെ വയനാട്ടിലെ ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ട്, വോളിബോളും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന കുട്ടികളെ. My son is also a soccer player, so I can see how well the children are playing. എൻ്റെ മകനും ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും അവർ എത്ര നന്നായിട്ടാണ് കളിക്കുന്നതെന്ന്. I'd like to help them to open up a world of opportunity for them, provide sports facilities, fix the stadiums which are existing, get them into coaching programs, and have the possibility for them also to go to the best places and play with the best teams in the world. ഇവിടുത്തെ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയങ്ങൾ, അതുപോലെ കോച്ചിങ്ങുകൾ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തി വർദ്ധിപ്പിച്ച് അവർക്ക് മികച്ച പരിശീലനം ലഭിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് അവസരങ്ങളുടെ ഒരു വലിയ ലോകം ഇവിടുത്തെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My brother has worked shoulder to shoulder with you. നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്നാണ് എൻ്റെ സഹോദരൻ പ്രവർത്തിച്ചിട്ടുള്ളത്. Just as you have supported him through his difficulties, he has tried his best to support you through your difficulties. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തെ പിന്തുണച്ചത്, അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. I know that over here he has provided a building for the community-based disability management center. അവിടെ നിങ്ങളുടെ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിന് വേണ്ടിയുള്ള സെന്ററിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം പണി കഴിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. And smart classrooms. അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ. And he has tried to help also the tribal communities by sending vans for medical care, for primary health care, by improving the PHCs and trying to get them upgraded. അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി മൊബൈൽ വാനുകൾ ആരംഭിക്കുന്നതിലൂടെ അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. So I want to continue his work. I want to voice your grievances, your demands on every platform possible.
in parliament, outside parliament. I want to fight for you, for your rights. I don't want you to continue in this situation where you have to beg for a medical hospital, where you have to beg for educational institutions, where you have to beg for what is rightfully yours. എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തനങ്ങൾ എനിക്ക് തുടരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ സാധ്യമായ എല്ലാ വേദികളിലും എനിക്ക് ശബ്ദമുയർത്തണം. നിങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി, ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തുടരരുത്. അതിനുവേണ്ടി നമുക്ക് പോരാടണം. The relationship that you share with my brother is truly an example. And it is the foundation of all that is good in politics. നിങ്ങളും എൻ്റെ സഹോദരനുമായി പങ്കിടുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണോ ശരിയായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ്. രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അത്തരം ഒരു ബന്ധമാവണം. Where the leader respects you. കാരണം അതിൽ നേതാവ് ജനങ്ങളെ, നിങ്ങളെ ബഹുമാനിക്കുന്നു. He understands that his power comes from you. It belongs to you. നേതാവ് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അധികാരമാണ്. ആ അധികാരം ജനങ്ങളുടേതാണെന്ന് നേതാവ് മനസ്സിലാക്കുന്നു. He deeply loves you. അദ്ദേഹം ആഴത്തിൽ നിങ്ങളെ, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. And this is the politics on which our nation was founded. ഇത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. In which there is a deep respect for the public. ആ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് ആഴത്തിലുള്ള ഒരു ബഹുമാനമുണ്ട്. So for me, it is a great honor to be standing here in front of all of you today as the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. There is no greater privilege than the love you give me. നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തെക്കാൾ ഉപരിയായി, അതിലും വലുതായി എനിക്ക് മറ്റൊരു ഭാഗ്യവും കിട്ടാനില്ല. As a human being, there is no greater honor, no greater privilege than when you go and meet people, they smile, they feel happy to see you, they welcome you, they love you. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ആദരവും എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആളുകളെ കാണാൻ പോകുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നു. അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അതിലും വലിയൊരു ആദരവ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാനില്ല. So you've already given my family and me much more than we could ever ask for. ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരുപാട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇപ്പോൾ തന്നെ നിങ്ങൾ നൽകിയിട്ടുണ്ട്. If I have this chance to represent you in the parliament, it will be an honor and a privilege for me to keep this relationship strong, to deepen it, to come to you, to come to your houses, to meet as many of you as possible, to understand your issues, your problems, and to try my best to resolve them for you. നിങ്ങൾ എനിക്ക് നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിനും ഞാൻ ശ്രമിക്കും. എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരണം, കഴിയാവുന്നത്ര ആളുകളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. And I can truthfully tell you that I will not let you down. ഞാൻ സത്യസന്ധമായി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I met some people yesterday and they were from here only. They were telling me, I said, what are your expectations? So they were telling me that, there's one thing that somewhere people think maybe you will come, fight the election, and then you'll go to Delhi and it'll be very difficult to reach you and you won't come very often to Wayanad. ഇന്നലെ ഞാൻ കുറച്ച് പേരെ കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവർ പറയുന്നു, ചിലരൊക്കെ ഇവിടെ പറയും നിങ്ങളിവിടെ വന്ന് ഒരു ഇലക്ഷന് മത്സരിച്ചിട്ട് അങ്ങ് ഡൽഹിയിൽ തിരിച്ചു പോവും, നിങ്ങളെ കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് വരില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആവശ്യമായി എത്തുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് ഇന്നലെ അവരെന്നോട് പറഞ്ഞത്. So I said, look, I'll tell you a small story. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കൂ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം. When my son was 13 years old, I went to leave him in a boarding school. എൻ്റെ മകന് 13 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ മകനെ ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ പോയി. Because I thought he should learn how to be a little independent and strong.
കാരണം തനിയെ സ്വന്തം കാര്യമൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ആളായിട്ട് എൻ്റെ മകൻ ജീവിക്കാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടത്. My sisters, it was the most difficult thing I've ever done. എൻ്റെ സഹോദരിമാരെ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു എൻ്റെ മോനെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞത്. I think for 4 days I didn't even get out of my room. I just cried. നിങ്ങൾക്കറിയോ, 4 ദിവസം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. But I knew it was good for him. പക്ഷെ എനിക്കറിയായിരുന്നു ഞാനത് ചെയ്തത് എൻ്റെ മകനൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. And when I was leaving him, the principal of the school and his wife called me. They were British people. അത് ഞാൻ മോനെ കൊണ്ട് വിട്ടിട്ട് വരാൻ നേരത്തെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പലും അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചു. അവർ ബ്രിട്ടീഷുകാരായിരുന്നു. എന്നെ വിളിച്ച് സംസാരിച്ചു. And they said, Mrs. Vadra, you know, we've seen many parents from fancy families and they come and leave their children in school. And then the whole term passes, 4 months pass, they don't come and visit their children. അവരെന്താ പറഞ്ഞെന്നറിയോ മിസ്സസ് ഭദ്ര, നിങ്ങളെ പോലെയുള്ള വലിയ വലിയ വീടുകളിൽ നിന്ന് ആളുകൾ വന്ന് ഇങ്ങനെ പിള്ളേരെ ഇവിടെ കൊണ്ട് ചേർത്തിട്ട് പോകും. ഒരു ടേം കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അവർ വന്നൊന്ന് തിരിഞ്ഞൊന്ന് നോക്കുകൂടിയില്ല പിള്ളേരെ. So they said, we have only one request for you, that at least on the parent teacher meeting you must come. അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒറ്റ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങൾ ആ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനെങ്കിലും ഒരു ദിവസമെങ്കിലും സ്കൂളിലൊന്ന് വരണേ. അതായിരുന്നു അവരുടെ ഒരേ ഒരു അഭ്യർത്ഥന. Now like these people who met me yesterday, who were saying maybe you won't come to Wayanad, they did not know their customer. കാരണം ഇന്നലെ വയനാട്ടിൽ നിങ്ങൾ വരില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ ആളുകൾക്ക് അവരാരോടാണ് സംസാരിക്കുന്നത്, ആരാന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ശരിക്കും. By the time the 4 terms were over and my son had been in school for 4 months, again the principal called me. നിങ്ങൾക്കറിയോ, ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞ് മോനെ തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന സമയമായപ്പോൾ വീണ്ടും ആ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് സംസാരിച്ചു. So I thought, now what is the problem? അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം എന്താ പ്രശ്നം, ഇപ്പം എന്തിനാ അവരെന്നെ വിളിക്കുന്നത്? And he said, Mrs. Vadra, please stop coming so much. അന്നേരം എന്താ പറഞ്ഞെന്നറിയാം മിസ്സസ് വാദ്ര, ദയവേത് സ്കൂളിൽ ഇത്രയും പ്രാവശ്യം വരല്ലേ എന്നാണ് ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ പറഞ്ഞത്. Your son doesn't have to see you on every holiday. എല്ലാ അവധി ദിവസവും നിങ്ങൾ വന്ന് മോനെ കാണണ്ട, മോൻ എല്ലാ ദിവസവും നിങ്ങളെ കാണേണ്ട ഒരു ആവശ്യമില്ല. So I am telling you, whoever is telling you that you are not going to see me, you are going to be like the principal of the school and you will say, please, enough now, go and stay in Delhi for a little while. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണില്ല, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പലിന്റെ കൂടെ നിങ്ങൾ എന്നോട് പറയുമ്പോൾ ദയവേത് ഇത്ര പ്രാവശ്യം വയനാട്ടിലോട്ട് വരല്ലേ, നിങ്ങൾ കുറച്ച് ദിവസം ഡൽഹി പോയി നിൽക്കുന്നത് നിങ്ങൾ ഇനി എന്നോട് പറയാൻ പോവാണ്. Because I am a mother. കാരണം ഞാനൊരു അമ്മയാണ്. And I know all the mothers here will understand what I'm saying. കാരണം എനിക്കറിയാം ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. That when you have children, you forget what matters to you. Only the children matter. കാരണം only what their needs are, whether when they are sick or they need to do their homework or they are hungry or anything, no matter how tired you are, how much work you have, how many problems you have, you know as a mother you have to be there for your children. കാരണം ഒരു അമ്മയാകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കാര്യം ഒന്നും നമുക്ക് പ്രധാനപ്പെട്ടതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാണ് പ്രധാനപ്പെട്ടത്. അവർക്ക് വിശക്കുന്നുണ്ടോ, അവർ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് അസുഖമാണോ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ എല്ലാ കാര്യം മറന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. And nobody understands responsibility, duty and sacrifice as well as women do. സ്ത്രീകൾക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റാർക്കും ഉത്തരവാദിത്വം എന്താണ്, കടമ എന്താണ്, ത്യാഗം എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. That's why we are stronger than all the men, huh? അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാ പുരുഷന്മാരെക്കാളും ശക്തരായിട്ടുള്ളത്. അതുകൊണ്ടാണ്. So I understand. When you welcome me into your home like a daughter, like a sister, like a mother, I understand what your love means. എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മകളെ പോലെ, ഒരു സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. For me, each one of you is a duty, a responsibility, a strong bond of affection and love. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നെനിക്ക്. And I hope that you will give me the chance to be part of your happiness, part of your sadness, your troubles, to fight for you and to become your friend.
നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും എല്ലാം ഭാഗമാകാനുള്ള, നിങ്ങളുടെ ഒരു സുഹൃത്താകാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you very much again for being here, ഇവിടെ വന്നതിന് ഞാൻ വീണ്ടും നിങ്ങളോട് നന്ദി പറയുകയാണ്. for welcoming me and for giving me so much love. എന്നെ സ്വാഗതം ചെയ്യുന്നതിനും എനിക്ക് ഒരുപാട് സ്നേഹം നൽകുന്നതിനും ഞാൻ നിങ്ങളോട് വീണ്ടും നന്ദി പറയുകയാണ്. Thank you. നന്ദി. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. I am trying to learn. ഞാൻ മലയാളം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. My dearest sisters and brothers, I am so happy to be here today. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവിടെ വരാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I don't feel tired in the evening when I go home. വൈകുന്നേരം തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഒട്ടും ക്ഷീണം തോന്നാറില്ല. Because wherever I go, you are giving me so much love and affection. കാരണം ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. Waiting for me on the roads with flowers, with your beautiful smiles. Welcoming me into your home like a sister, like a daughter. നിങ്ങൾ ഞാൻ വരുമ്പോൾ വഴിയരികിൽ നിങ്ങൾ കയ്യിൽ പൂക്കളുമായി, മുഖത്ത് പുഞ്ചിരിയുമായി, മനോഹരമായ പുഞ്ചിരിയുമായി നിങ്ങൾ എന്നെ കാത്തുനിന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ ഒരു സഹോദരിയെ പോലെ, മകളെ പോലെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. I was telling my children that you cannot expect anything more in life. ഞാൻ എൻ്റെ കുട്ടികളോട് പറയായിരുന്നു, ഇതിലും വലുതായിട്ട് ജീവിതത്തിൽ ഒന്നും ഇനി പ്രതീക്ഷിക്കാനില്ലെന്ന് ഞാൻ പറയുകയായിരുന്നു. And what a great privilege it is for me that when you see me, your face lights up and you smile. എനിക്ക് എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തിളക്കം വന്നിട്ട് നിങ്ങൾ ചിരിക്കുക എന്ന് പറയുന്നതിനപ്പുറം വലിയൊരു ഭാഗ്യം എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? And I know now that I have been traveling through Wayanad for the last 1 week or so. I know why my brother felt so bad leaving you. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ചയായി വയനാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എനിക്കിപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരന് നിങ്ങളെ വിട്ടിട്ട് പോകാൻ ഇത്ര വിഷമം വന്നതെന്ന് എനിക്കിപ്പോൾ അറിയാം. Every day he calls me. I think he's still feeling bad. എല്ലാ ദിവസവും എൻ്റെ സഹോദരൻ എന്നെ വിളിക്കും. എനിക്കറിയാം ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട് നിങ്ങളെ വിട്ടു പോകേണ്ടി വന്നതിൽ. I hope that while I am here and working with you, I am able to strengthen that bond between you, my family, my brother and me even more. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള, നിങ്ങളും എൻ്റെ കുടുംബവും തമ്മിലുള്ള, നിങ്ങളും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. My family owes you a great debt of gratitude. നിങ്ങളോട് നന്ദിയുടെ കടപ്പാടിൻ്റെ ഒരു വലിയ കടം എൻ്റെ കുടുംബത്തിനുണ്ട്. Because in everybody's life there are difficult times. കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ട്. And especially in public life, as a politician, many difficulties can come before us. പ്രത്യേകിച്ചും രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും നേരിടേണ്ടി വരും. For us, the public, all of you are paramount, more important than anything else. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാറ്റിനും ഉപരിയായി ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. And such a time came in my brother's life after many years in politics, where a massive attack was mounted against him by the BJP. They put all their resources, all their money in spreading lies about him, in humiliating him publicly and making the public believe many things about him which were not true. എൻ്റെ സഹോദരന്റെ വർഷങ്ങൾ കഴിഞ്ഞുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സമയം വന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരനെ പറ്റി അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന് വേണ്ടി, അവഹേളിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ പറ്റി നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി BJP ഒരു വലിയ പ്രചാരണം ഈ രാജ്യത്ത് അഴിച്ചുവിടുകയുണ്ടായി. And when you work in politics, when you are doing a service and you feel that people are turning their backs on you, that the public has turned its back away from you, that is the hardest time as a leader.
നിങ്ങൾക്കറിയോ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ഒരു സേവനം ചെയ്യുമ്പോൾ, ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊതുജനം നിങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. And that is the time when a leader has to be strongest, to believe in himself and to believe the love of the people. ആ സമയമാണ്, ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഒരു നേതാവിന് സ്വയം വിശ്വസിച്ച്, രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിച്ച് ഏറ്റവും ശക്തിയോടുകൂടി നിൽക്കേണ്ട സമയം. And as Rahul's sister, I can tell you that he continued to believe in himself. He continued to stay strong, and he courageously fought such a powerful force. എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത്. It is your love that gave him the strength and courage to keep fighting. പോരാടാനുള്ള ധൈര്യം അദ്ദേഹത്തിന് നൽകിയത്, ശക്തി അദ്ദേഹത്തിന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. It is your love that gave him the strength to walk 4,000 kilometers from Kanyakumari to Kashmir. കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്ററുകൾ നടക്കാനുള്ള ധൈര്യവും ശക്തിയും അദ്ദേഹത്തിന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. And to travel from Manipur to Mumbai in the name of unity, in the name of peace, in the name of justice, in the name of love. ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി മണിപ്പൂർ മുതൽ മുംബൈ വരെ യാത്ര ചെയ്യാനും അദ്ദേഹത്തിന് ധൈര്യം നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. Sisters and brothers, you know that this is nothing new in the history of mankind. നിങ്ങൾക്കറിയാം, എൻ്റെ സഹോദരി സഹോദരന്മാരെ, മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാം. You know that throughout the history of mankind, whoever has fought for right, whoever has fought for the truth, whoever has fought for justice has been massively attacked by the forces of injustice, the forces of inequality, and the forces of divisiveness. നിങ്ങൾക്കറിയാം, മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ ആരാണോ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ശരിയായതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, അവർക്കെതിരെ ശക്തമായ ആക്രമണമാണ് അനീതിയുടെ, അസമത്വത്തിന്റെ ആളുകൾ, ആ ശക്തികൾ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നതെന്ന് നിങ്ങൾക്കറിയാം. And it is an honor for me to be standing here as your candidate, as the UDF candidate in this election, because I know that you in Wayanad have a history of recognizing the truth, recognizing what is right, and standing for everything that is beautiful about our country. എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ആദരവുള്ള ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. കാരണം ഇവിടുത്തെ ജനങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ എന്താണോ ശരിയായിട്ടുള്ളത്, എന്താണോ സത്യമായിട്ടുള്ളത്, അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. No amount of hatred, no amount of anger, no propaganda has been able to break you. എത്രമാത്രം വിദ്വേഷം ഇവിടെ ഉണ്ടായാലും, ഈ രാജ്യത്ത് എത്രമാത്രം ദ്വേഷമുണ്ടായാലും, വെറുപ്പുണ്ടായാലും, എത്രമാത്രം കുപ്രചരണങ്ങൾ ഉണ്ടായാലും അതൊന്നും നിങ്ങളെ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. You are Christians, Muslims, Hindus, all living together as one, progressing together with unity and peace and love amongst each other. ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സഹോദരന്മാരായി സാഹോദര്യത്തോടു കൂടി ഒരുമിച്ച് മുൻപോട്ട് പോവുകയും പുരോഗതി പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്. In almost each of my meetings, I will see a Catholic sister standing, and with her I'll see a Hindu sister and a Muslim sister. They're even here, standing all together as friends. ഞാൻ എല്ലാ യോഗങ്ങളിൽ പോകുമ്പോഴും ഞാൻ ഒരു കാത്തലിക് സന്യാസി സിസ്റ്ററിനെ കാണും, സിസ്റ്ററിന്റെ അടുത്ത് ഒരു മുസ്ലിം സഹോദരിയെ കാണും, ഒരു ഹിന്ദു സഹോദരിയെ കാണും. ഇവിടെ നോക്കിയാൽ ഇവിടെയും അതുപോലെ അവർ നിൽക്കുന്നുണ്ട്. And this is why this whole region has immense potential. ഈ പ്രദേശത്ത് മുഴുവൻ അനന്തമായ സാധ്യതകളുണ്ട്. Because you're strong, you're united. കാരണം നിങ്ങൾ ശക്തരായ ആളുകളാണ്, നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുന്ന ആളുകളാണ്. You have immense natural resources, natural beauty. നിങ്ങൾക്ക് മനോഹരമായ പ്രകൃതി സൗന്ദര്യമുണ്ട്, വളരെ വലിയ പ്രകൃതി സൗന്ദര്യവും പ്രകൃതി വിഭവങ്ങളും ഈ നാട്ടിലുണ്ട്. Farmers here grow crops like banana, coffee, tea, areca,
നിങ്ങൾ വാഴ കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, കാപ്പി കൃഷി നടത്തുന്നു, അടയ്ക്ക കൃഷിയൊക്കെ ഇവിടുത്തെ കർഷകർ ചെയ്യുന്നുണ്ട്. There's so much potential that can be maximized. Things can be improved and strengthened. ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണം. പല കാര്യങ്ങളും ഇവിടെ മെച്ചപ്പെടുത്താനുണ്ട്, ശക്തിപ്പെടുത്താനുണ്ട്. And I think there's so much that can be done. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുള്ളതായി ഞാൻ കരുതുകയാണ്. Because despite this immense potential, I know that you face severe problems in your daily lives. ഇത്രയധികം സാധ്യതകൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായും എനിക്കറിയാം. My farmer brothers and sisters are seeing the prices of crops falling day by day. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ വിളകളുടെ വില കുറഞ്ഞു വരുന്നതായി നമ്മുടെ കർഷക സുഹൃത്തുക്കൾ കാണുകയാണ്. This morning I visited the farm of somebody who grows banana, cinnamon, pepper. ഇന്ന് രാവിലെ കുരുമുളക് കൃഷിയും കറുവപ്പട്ട കൃഷിയും വാഴ കൃഷിയും ഒക്കെ നടത്തുന്ന കുറച്ച് കർഷകരുടെ സ്ഥലം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. 4 brothers. അവർ 4 സഹോദരങ്ങളാണ്. And I asked them, what future do you see for yourselves and for your children? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എന്ത് ഭാവിയാണ് നിങ്ങൾ കാണുന്നത്? And one of the brothers said to me, what future? I want to sell my land and I want to move to a new place near the highway. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എന്ത് ഭാവിയാണ്? ഒരു ഭാവിയും കാണുന്നില്ല. ഈ ഭൂമി വിട്ടിട്ട് എനിക്ക് ഹൈവേയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കണം. He says we no longer get the right price for our crops. കാരണം ഞങ്ങളുടെ വിളകൾക്ക് കൃത്യമായിട്ടുള്ള വില ഞങ്ങൾക്ക് കിട്ടുന്നില്ല. Because of the rains, when we lose our crop, we get no compensation. കാരണം മഴ വന്ന് ഞങ്ങൾക്ക് വിളനാശം സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം കിട്ടുന്നില്ല. He said he pays 300 rupees insurance for each banana tree, but when the time comes he does not get the money for it. അതുപോലെ ഓരോ വാഴയ്ക്കും 300 രൂപ വീതം ഇൻഷുറൻസ് കൊടുക്കുന്നു. പക്ഷേ കൃഷിനാശം വരുമ്പോൾ ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. One of them had a loan of 8 lakhs on his head. ഒരാൾക്ക് 8 ലക്ഷം രൂപയുടെ ഒരു കടം തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. He talked about the time when there was a Congress government and loans were waived for farmers. അദ്ദേഹം പറയായിരുന്നു, കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയായിരുന്നു. And he was surprised when he heard from me that this BJP government in the center has waived 16 lakh crores for big business people but has not spared farmers anything. അതായത് ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് വലിയ വ്യവസായികളുടെ 16 ലക്ഷം കോടി കടം എഴുതി തള്ളി. പക്ഷെ കർഷകർക്ക് വേണ്ടി അത് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും അതിശയിച്ചു പോയി. With a strong push for farmers, for the agricultural sector here in Wayanad, if we were to push food processing and marketing, then this farming can become stronger. Your products, which are so good and so strong, can be sent all over the world and can reach the farthest points in the world. I was looking at the cinnamon that you get here. When you boil the cinnamon from Wayanad, the water becomes pink and it has a beautiful scent. The cinnamon I get in Delhi, if I boil it even for 1 hour, nothing will happen. The water remains white, there's no scent. The whole world should see your spices. They should know when they see a spice that this is the best spice in the world because it comes from Wayanad. നിങ്ങൾ വയനാട്ടിലെ കൃഷിക്കും കാർഷിക മേഖലയ്ക്കും കൂടുതൽ പിന്തുണ നൽകുന്നതിലൂടെ, ഇവിടെ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലൂടെ, ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിലൂടെ, വയനാട്ടിൽ ഉണ്ടാക്കുന്ന കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ നമുക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കണം. ഞാൻ ഇവിടെ വളർത്തുന്ന ഇവിടെയുള്ള കറുവപ്പട്ട ഞാൻ കൊണ്ടുപോയി ഡൽഹിയിലിട്ടത് വെള്ളം തിളപ്പിക്കുമ്പോൾ നല്ല മണം വരും. അവിടുത്തെ വെള്ളം പെട്ടെന്ന് പിങ്ക് കളറാവും. പക്ഷെ ഡൽഹിയിൽ എനിക്ക് കിട്ടുന്ന കറുവപ്പട്ട ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലും മണവും ഇല്ല, അതിന് പെട്ടെന്ന് നിറവും മാറുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും പോകണം. If we work together towards strengthening and improving marketing, storage and food processing for you over here, we can achieve a lot. നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷ്യ സംസ്കരണത്തിനുള്ള, സംഭരണത്തിനുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ സാധിക്കും. Some of the problems you face are long standing. നിങ്ങൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. Especially the problem of the road
and the travel ban at night. രാത്രി യാത്രാ നിരോധനം എന്ന് പറയുന്നത് റോഡിന്റെ പ്രശ്നം നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. My brother has been working hard to find solutions. He's written and met the ministers who are in charge of these things, and they have tried to push for a solution. I hope to carry that forward and push even harder and put more pressure so that we can find a viable solution. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, അവർക്ക് എഴുതിയിട്ടുണ്ട്, അവർക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്കത് തുടരേണ്ടിയിരിക്കുന്നു. ഈ പ്രശ്നത്തിന് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാനും സമ്മർദ്ദം ചെലുത്താനും എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. Some of your settlements have come under the ESA. That is also creating new problems for you. We need to fight to get settlements removed from the ESA. നിങ്ങൾ കുറെ പേര് താമസിക്കുന്ന നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ പരിസ്ഥിതി ലോല മേഖലയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നമുക്ക് നടത്തേണ്ടതുണ്ട്. On the whole area of Wayanad needs stronger healthcare facilities. അത് മാത്രമല്ല ഈ പ്രദേശം മുഴുവനും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. You must be knowing that on the Mananthavadi side, the medical college is a huge demand. നിങ്ങൾക്കറിയാം, മാനന്തവാടി പ്രദേശത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. Here also, outreach of healthcare is a demand. ഇവിടെയും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആവശ്യമാണെന്നും എനിക്കറിയാം. I met some Manrega workers who were telling me that less jobs are available in Manrega and the wages have also gone down. ഇന്നലെ ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടു. അവരെന്താ പറയുന്നത്, ഇപ്പൊ കൂടുതൽ തൊഴിലൊന്നും അതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നില്ല, അതുപോലെ അവർക്ക് കിട്ടുന്ന ശമ്പളവും വളരെ കുറവാണെന്നാണ് അവർ പറഞ്ഞത്. You need better higher education institutions, more of them. You need skilling and training institutions. നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. അതുപോലെ നൈപുണ്യ വികസനത്തിന് നിങ്ങളുടെ കഴിവുകൾ വളർത്തുന്നതിന് ആവശ്യമായ തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ ഇവിടെ വേണം. Better drinking water facilities. നിങ്ങൾക്ക് മെച്ചപ്പെട്ട കുടിവെള്ളം ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. And even for that my brother has been working. He has provided ambulances for outreach of healthcare. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരൻ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ആംബുലൻസ് സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. Smart classrooms at government schools. ഗവൺമെന്റ് സ്കൂളുകളിൽ അദ്ദേഹം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിക്കാൻ മുൻകൈ എടുത്തിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. And he fights for you on every platform. അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ വേദികളിലും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. I think much can be done even to strengthen the tourism sector. ഞാൻ കരുതുന്നത് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Eco-tourism, farm tourism, all these are potential sectors over here. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, ഇതൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതയുള്ള മേഖലകളാണ്. Because of the sheer beauty of the natural resources you have. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള പ്രകൃതി വിഭവങ്ങളുടെ കലർപ്പില്ലാത്ത സൗന്ദര്യം കൊണ്ട് ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. So if you ask yourselves why today you are in a situation where you still lack drinking water facilities, proper healthcare facilities, proper educational facilities, why with so much potential still the tourism sector needs so much work, why the farming sector is still a setback despite all your potential. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ഇത്രയും സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ട് ഇന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ള സമ്പ്രദായങ്ങളില്ല, കുടിവെള്ളത്തിനുള്ള സൗകര്യമില്ല, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളില്ല. നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ കൂടെ ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും ഇവിടുത്തെ വിനോദസഞ്ചാരം വികസിച്ചിട്ടില്ല? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉള്ളതെന്ന്? And the only real answer is that the politics we are seeing in the country and in the state is not a politics that is genuinely and honestly working for your good. ഇതിന്റെ എല്ലാ ഉത്തരം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. So your vote becomes very, very important today. ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. Because with it you are deciding your future.
കാരണം നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. You are choosing whether you want a politics of divisiveness, of hatred, of spreading enmity between you, or you want a politics of progress which looks at your actual needs: drinking water, roads, healthcare, education, employment. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇടയിൽ വിഭാഗീയതയും ദേഷ്യവും വിദ്വേഷവും വളർത്തുന്ന രാഷ്ട്രീയമാണോ, അതോ നിങ്ങൾക്ക് മെച്ചപ്പെട്ട കുടിവെള്ളം ലഭ്യമാക്കുന്ന, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കണം. So it is a great responsibility. കാരണം അതുകൊണ്ട് ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത്. Towards yourselves, towards your children, towards your country. ഈ ഒരു വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ്. Just as for me, each one of you represents responsibility, duty, and a bond of love and affection. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടുള്ള കടമയാണ്, എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതുമാത്രമല്ല, സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നത്. When I was very young, I was 19 years old, I lost my father. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ, എനിക്ക് 19 വയസ്സുണ്ടായിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. And a few months later, Saint Teresa, who we used to call Mother Teresa at that time, came to visit my mother. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് സെയിൻറ്റ് തെരേസ, നമ്മൾ മദർ തെരേസ എന്ന് വിളിക്കുന്ന മദർ തെരേസ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ വന്നു. I was unwell. She came into my room and sat on my bed. എനിക്കന്നേരം സുഖമില്ലായിരുന്നു. ഞാൻ സുഖമില്ലാതെ മുറി കിടക്കുമ്പോൾ മദർ തെരേസ മുറിയിൽ വന്നിട്ട് എൻ്റെ കട്ടിലിരുന്നു. And she put her hand on my head. മദർ തെരേസ അമ്മയുടെ കൈ എടുത്ത് എൻ്റെ തലയിൽ വെച്ചു. And with the other hand she put her rosary in my palm. മറ്റേ കൈ കൊണ്ട് മദർ തെരേസയുടെ കയ്യിലിരുന്ന കൊന്ത എൻ്റെ കൈവെള്ളയിൽ എടുത്തു വെച്ചു. And she said to me, "Child, God is with you. You come and work with me." അമ്മ എന്നോട് കയ്യിലെ കൊന്ത വെച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, ദൈവം നിന്റെ കൂടെ ഉണ്ട്, നീ വന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുക. I know why she said it. എനിക്കറിയാം എന്തിനാണ് അമ്മ അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. Because she saw that I was suffering. കാരണം മദർ തെരേസയ്ക്ക് മനസ്സിലായി ഞാൻ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോവുകയായിരുന്നെന്ന് മനസ്സിലായി. But she had seen much more suffering than I had. പക്ഷേ ഞാൻ കടന്നുപോയ ബുദ്ധിമുട്ട് എന്താണോ അതിലും വലിയ ദുരിതവും ബുദ്ധിമുട്ടും മദർ തെരേസ കണ്ടിട്ടുണ്ട്. And she wanted me to know that I was not the only one in the world who was suffering, that there were many people who suffered more than I did. മദർ തെരേസയ്ക്ക് എനിക്ക് മനസ്സിലാക്കി തരണമായിരുന്നു, ഞാൻ മാത്രമല്ല ലോകത്ത് ഇത്ര വിഷമത്തിലൂടെ കടന്നു പോകുന്നത്, എന്നെക്കാളും ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് ആ അമ്മയ്ക്ക് എനിക്ക് കാണിച്ചു തരണമായിരുന്നു. A few years later I went to work in one of her homes in Delhi. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് മദർ തെരേസയുടെ സന്യാസ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്യാൻ പോയി. I used to work with the children, teach them, clean the bathrooms on Tuesday, wash and sweep the floors on another day. അവിടെ പോയി അവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങൾ അവിടുത്തെ ബാത്റൂമുകൾ കഴുകണം, അവിടുത്തെ തറ തുടയ്ക്കണം, ഇതൊക്കെയായിരുന്നു എനിക്ക് അവിടെ ചെയ്യേണ്ടിയിരുന്നത്. From there I went to work in the destitute home, slightly outside Delhi. അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പുറത്തുള്ള ഒരു അഗതി മന്ദിരത്തിലാണ് പിന്നെ ഞാൻ ജോലി ചെയ്യാൻ പോയത്. Where the sisters used to pick up those who were dying and bring them. അവിടെ മരിക്കാൻ കിടക്കുന്ന ആളുകളെ സിസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പിന്നെ ജോലി ചെയ്തത്. And I learned from them how to clean their wounds and take care of the sick and the dying. അവരിൽ നിന്നാണ് അവരുടെ മുറിവുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കി മരിക്കാൻ പോകുന്ന രോഗികളായ ആളുകളെ എങ്ങനെ പരിചരിക്കണമെന്ന് ഞാൻ പഠിച്ചത് അവിടെ വെച്ചാണ്. And I understood from them what true service means. അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി യഥാർത്ഥ സേവനം എന്താണെന്ന്. അവരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. When I saw all the sisters who became my friends
from morning to evening, just serving the poor, serving the destitute, serving those who are suffering. ഞാൻ അവിടെയുള്ള സിസ്റ്റേഴ്സിൽ കണ്ടു, എൻ്റെ പിന്നീട് സുഹൃത്തുക്കളായ സിസ്റ്റേഴ്സ് രാവിലെ തൊട്ട് രാത്രി മുതൽ ദരിദ്രരായ മനുഷ്യരെ, അഗതികളായ ആരുമില്ലാത്തവരെ ഇങ്ങനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിനെയാണ് ഞാൻ അവിടെ കണ്ടത്. And it is that same spirit of service that I bring to you here today. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് ആ സിസ്റ്റേഴ്സിൽ കണ്ട അതേ സേവനത്തിൻ്റെ ഒരു മനോഭാവവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. So if you give me this honor to be your representative in Parliament, if you give me that love and that respect, I can promise you this, that I will not let you down. നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്ന ആദരവ് നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ ബഹുമാനം എനിക്ക് നൽകുകയാണെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് വാക്ക് നൽകാൻ കഴിയും, എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I can never fully repay the love that you are giving me. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എനിക്കറിയില്ല, ഒരിക്കലും മുഴുവനായിട്ട് നിങ്ങൾക്കത് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. And the love that you have given my brother. അതുപോലെ നിങ്ങൾ എൻ്റെ സഹോദരൻ നൽകിയ സ്നേഹവും മുഴുവനായി തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. At the most difficult time in his life. എൻ്റെ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് നിങ്ങൾ ആ സ്നേഹം അദ്ദേഹത്തിന് നൽകിയത്. But I can promise you that I will work harder for you than anyone else. I will serve you with all my heart and with full dedication, and that I will not disappoint you. I will stand side by side with you in your troubles, in your pain, in your sadness, in your happiness. You have made me your family. I will be your family for always. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പ് നൽകി പറയാൻ പറ്റും, മറ്റാരും ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കഠിനാധ്വാനം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സങ്കടത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ വിഷമത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ എനിക്ക് കഴിയും. നിങ്ങൾ എന്നെ നിങ്ങളുടെ കുടുംബമായി കണക്കാക്കിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ കാലവും എന്റെയും കുടുംബമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. Thank you very much for coming here today and for listening to me. ഇന്നിവിടെ വന്നതിനും എന്നെ ശ്രദ്ധിച്ചതിനും കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I will come back and meet as many of you as I can. I will reach out to you, come to your homes, and we will talk about your lives and your problems and how to solve them. ഞാൻ തിരിച്ചു വന്ന് നിങ്ങളിൽ കഴിയാവുന്നത്ര ആളുകളെ എനിക്ക് നേരിട്ട് കാണണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ അതിനു വേണ്ടി വേഗം തിരിച്ചു വരും. നന്ദി.